ഹലോ മക്കളെ, നമ്മൾ ഇന്ന് പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ക്ലാസ് ആണ് പഠിക്കുന്നത്. പുരസ്കാരങ്ങളിൽ നിന്ന് PSC എല്ലാ തവണയും ഒരു ചോദ്യം ചോദിക്കും അല്ലേ? ഒരു ചോദ്യം തീർച്ചയായിട്ടും പുരസ്കാരങ്ങളിൽ നിന്നുണ്ടാവും, ഉറപ്പാണ്. ഒന്നല്ല, ചിലപ്പോൾ ഒന്നിലധികം ചോദ്യങ്ങളും ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് നൊബേൽ പ്രൈസ് പഠിക്കണം, ഓസ്കാർ പുരസ്കാരങ്ങൾ, ഭാരതരത്ന, പത്മ പുരസ്കാരങ്ങൾ. പത്മ പുരസ്കാരം എന്ന് പറയുമ്പോൾ പത്മവിഭൂഷൺ, പത്മഭൂഷൺ, അതേപോലെ പത്മശ്രീ ലഭിച്ചിട്ടുള്ള മലയാളികൾ ഒക്കെ എടുത്ത് പഠിക്കണം. പിന്നെ സ്പോർട്സിൽ നിന്നാവുമ്പോൾ ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ, അതേപോലെ ലോകകപ്പുകൾ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ധ്യാൻചന്ദ് അവാർഡ്, അർജുന പുരസ്കാരം, പിന്നെ ഫിലിം അവാർഡുകൾ, നാഷണൽ ഫിലിം അവാർഡും അതുപോലെ തന്നെ കേരള ഫിലിം ഫെസ്റ്റിവലിലുള്ള പുരസ്കാരങ്ങളും അല്ലെ, എല്ലാതും നമ്മൾ കൃത്യമായിട്ട് എടുത്ത് പഠിക്കണം. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ രണ്ടാമത്തെ ക്ലാസ് ആണ് ചെയ്യുന്നത്, പുരസ്കാരങ്ങളിൽ രണ്ടാമത്തെ ക്ലാസ് ആണ് ചെയ്യുന്നത്. ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ, ഓസ്കാർ പുരസ്കാരങ്ങളും ഇത് ഭാരതരത്ന അതേപോലെ പത്മ പുരസ്കാരങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ഓസ്കാർ പുരസ്കാരങ്ങളൊക്കെ നമ്മൾ വളരെ മനോഹരമായിട്ടുള്ള കോഡ് വെച്ചാണ് പറഞ്ഞത്. ഒരിക്കലും ഒരു തവണ കേട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും ഒരു കാലത്തും മറന്നു പോകാത്ത രീതിയിലാണ് നമ്മൾ 2 വർഷത്തെ 2023 2022 കൂടിയിട്ട് ഒരുമിച്ച് ക്ലബ്ബ് ചെയ്തുകൊണ്ട് പറഞ്ഞു തന്നത്. കേട്ടിട്ടുള്ളവർക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടാവും. ഇനി ഒരിക്കലും അത് മറക്കാൻ പോണില്ല നിങ്ങൾ. ഇനി എങ്ങാനും നിങ്ങൾ മറന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു തവണ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് അത് ഓടി വരും. അത്ര സിമ്പിളായിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇനി നിങ്ങൾ കേൾക്കാത്തവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അത് കാണാവുന്ന. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം തന്നെ ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളാണ് പറയുന്നത്. ഗ്രാൻഡ് സ്ലാം കിരീടം നമുക്കറിയാലോ, മെയിനായിട്ട് നമുക്ക് 4 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഓസ്ട്രേലിയൻ ഓപ്പൺ ഉണ്ട്, ഫ്രഞ്ച് ഓപ്പൺ ഉണ്ട്, വിംബിൾഡൺ ഉണ്ട്, US ഓപ്പൺ ഉണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ രസകരമായിട്ട് കോഡിൽ കൂടെ തന്നെ പഠിക്കാൻ സാധിക്കും. നമുക്ക് വേഗം പഠിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഓസ്ട്രേലിയൻ ഓപ്പൺ പറയാം. ഓസ്ട്രേലിയൻ ഓപ്പൺ, നിങ്ങൾക്ക് ഓസ്ട്രേലിയൻ ഓസ് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു ഓസ് അടിക്കുന്ന ആൾക്കാരെ അല്ലേ നമ്മൾ പറയില്ലേ, ഓസിനെ അവൻ എല്ലാതും ഓസിയാണെന്ന് പറയും അല്ലേ. എന്താണ് ഇങ്ങനെ ഓസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വന്തമായിട്ട് ഒന്നും പണം ചെലവാക്കാതെ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരാണല്ലേ നമ്മളെപ്പോഴും ഓസികൾ എന്ന് പറയാം. നിങ്ങൾ പറയാറില്ലേ അങ്ങനെ? അപ്പോൾ ഓസ്ട്രേലിയൻ ഓപ്പൺ എന്ന് പറയുമ്പോൾ ഓസ് അല്ലേ, ഓസി അടിക്കുന്ന ഒരാളാണെന്ന് നിങ്ങൾ വിചാരിക്കുക. നിങ്ങൾ ഇങ്ങനത്തെ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. അവർക്ക് കയ്യിൽ വണ്ടി ഒന്നും ഇല്ലെങ്കിൽ അവർ നടന്നൊന്നും പോകൂല, ആരെങ്കിലൊക്കെ വണ്ടിയുമ കയറി പോകും അല്ലേ. അവർ നടന്നൊന്നും പോകൂല, ആരെങ്കിലും വണ്ടിയിൽ കയറി പോകും അല്ലേ. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് ഓസ്ട്രേലിയൻ ഓപ്പൺ 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ പഠിച്ചു കഴിഞ്ഞ് നമ്മൾ, അതായത് നമ്മൾ പറഞ്ഞു അവർ ഒരിക്കലും നടന്നു പോകില്ല. ഈ ഓസി അടിക്കുന്ന ആളുകൾ ഒരിക്കലും നടന്നു പോകില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നോ വാക്ക് അല്ലെ, നടക്കില്ല എന്ന് പറഞ്ഞാൽ നോ വാക്ക്. അപ്പൊ നോവാക് ദ്യോക്കോവിച്ചിനാണ് നമ്മുടെ ഇതില് ഓസ്ട്രേലിയൻ ഓപ്പണിൽ പുരുഷ സിംഗിൾസിൽ കിരീടം ലഭിച്ചിട്ടുള്ളത്. ഇവര് എന്ത് ചെയ്യും? ആരെങ്കിലൊക്കെ പുറകിൽ കയറിപ്പോകൂലേ. അപ്പൊ ആരെങ്കിലൊക്കെ പുറകിൽ കയറി പോകുന്നതിൽ നിന്നും ആര്യാന സബലങ്കയ്ക്കാണ് വുമൺസ് സിംഗിൾസ് ലഭിച്ചിട്ടുള്ളത്. രണ്ടും പഠിച്ചോ? ഓസിന് അല്ലെ, ഓസിന് കയറിപ്പോകും അല്ലെ അവര്. അപ്പൊ അതിന് ഓസ്ട്രേലിയ അവര് നോവാക്ക്. അപ്പൊ നോവാക് ദ്യോക്കോവിച്ച് പുരുഷ സിംഗിൾസ് നേടിയത്. ആരെങ്കിലൊക്കെ പുറകിൽ കയറിപ്പോവും. അതിൽ നിന്നും ആര്യാന സബലങ്കയാണ് വനിതാ സിംഗിൾസ് കിരീടം നേടിയത്. അതേപോലെ തന്നെ ഇവര് ഏത് രാജ്യക്കാരാണെന്നും കൂടി ഒന്ന് നോക്കി വെക്കണം. നോവാക് ദ്യോക്കോവിച്ച് എന്ന് പറയുന്നത് സെർബിയക്കാരനാണ്. അപ്പൊ സെർബിയ എന്ന് പറയുമ്പോൾ ഈ സാധാരണ ബിയർ അടിച്ചാലും നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാവുന്ന അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് നിങ്ങൾക്ക് ജസ്റ്റ് കണക്ട് ചെയ്ത് വെക്കുക. സെർബിയൻ താരമാണ് നോവാക് ദ്യോക്കോവിച്ച് എന്ന് പറയുന്നത്. ആര്യാന സബലങ്ക എന്ന് പറയുമ്പോൾ തന്നെ ഒരു ബലം വരുന്നില്ലേ, സബലങ്ക, ബലം വരുന്നുണ്ടല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ബെലാറസ്, അവിടെയും ബലം വരുന്നുണ്ട്. സബലങ്ക എന്ന് പറയുമ്പോൾ ഒരു ബലം വരുന്നുണ്ട്, ബെലാറസ് എന്ന് പറയുമ്പോൾ ഒരു ബലം വരുന്നുണ്ട് അല്ലെ. അപ്പൊ ആര്യാന സബലങ്ക ബെലാറസുകാരിയാണ്. അപ്പൊ ഇത് പഠിച്ചോ. ഇനി ഇതോടൊപ്പം തന്നെ നമുക്ക് ഓസ്ട്രേലിയൻ ഓപ്പൺ 2024 കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഈ ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ് ഏറ്റവും ആദ്യം നടക്കുന്ന ഗ്രാൻഡ് സ്ലാം കിരീടം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 2024 ഓസ്ട്രേലിയൻ ഓപ്പണും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ 2024 ഓസ്ട്രേലിയൻ ഓപ്പണിൽ ആരാണ് കിരീട ജേതാക്കൾ എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മ ഇപ്പൊ പറഞ്ഞത് ഓസിന് പോകുന്ന ആളുകൾ നടക്കില്ല, അവർ ആരെങ്കിലൊക്കെ പുറകിൽ കയറി പോകും അല്ലെ. അതേപോലെ തന്നെ ഈ ഓസിനുള്ളവർക്ക് മറ്റുള്ളവരുടെ വീട്ടിൽ നിന്നും ഫുഡ് കഴിക്കാനും ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലെ. അവരെ വീട്ടിലൊന്നുമില്ല, അവർ എവിടെയെങ്കിലൊക്കെ കയറി ഫുഡ് കഴിച്ചോളും. അപ്പൊ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാലും ഈ ഓസിന് നടക്കുന്ന ആളുകൾ ഡിന്നർ എപ്പോഴും ആരെങ്കിലൊക്കെ വീട്ടിൽ നിന്നാ കഴിക്കാന്ന് ചിന്തിച്ചാൽ മതി. ഡിന്നർ എപ്പോഴും ആരെങ്കിലൊക്കെ വീട്ടിൽ നിന്നാ കഴിക്കുക. അപ്പൊ ഡിന്നർ എന്നതിൽ നിന്നും സിന്നർ ഡി മാറ്റി എസ് ഇട്ട് കൊടുത്താൽ മതി. സിന്നറാണ് പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത്. ആരെങ്കിലൊക്കെ വീട്ടിൽ നിന്നാണല്ലേ കഴിക്കുക. അപ്പൊ അവിടെയും ആര്യാന സബലങ്ക തന്നെയാണ് നമ്മുടെ ഓസ്ട്രേലിയൻ ഓപ്പൺ 2024 കിരീട ജേതാവ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ആര്യാന സബലങ്ക നമ്മൾ ഓൾറെഡി പറഞ്ഞു ബെലാറസുകാരിയാണെന്ന് അല്ലെ. സബലങ്ക എന്ന് പറയുമ്പോൾ ഒരു ബലമുണ്ട്, ബെലാറസ് എന്ന് പറയുമ്പോഴും ഒരു ബലമുണ്ട്. ഇനി സിന്നർ എന്ന് പറഞ്ഞത് ഏത് രാജ്യക്കാരനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡിന്നറുമായിട്ടല്ലേ കണക്ട് ചെയ്ത്. അപ്പൊ ഡിന്നറിന് കഴിക്കുന്നത് ഇഡലിയാണെന്ന് ഓർത്താൽ മതി. ഇറ്റലിക്കാരനാണ് ഈ സിന്നർ എന്ന് പറഞ്ഞത്.
അപ്പം നമ്മൾ രണ്ട് ഇത് പഠിച്ചു. ഒന്ന് ഓസ്ട്രേലിയൻ ഓപ്പൺ 2023 പഠിച്ചു, ഓസ്ട്രേലിയൻ ഓപ്പൺ 2024 പഠിച്ചു. നിങ്ങൾ ഓർത്ത് നോക്കിയൊന്ന്. ഓസ്ട്രേലിയൻ ഓപ്പൺ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓസി അല്ലെ, ഓസിൽ നടക്കുന്ന ആളുകളെയാണ് നമുക്ക് ഓർമ്മ വരേണ്ടത്. ഓസിൽ നടക്കുന്ന ആളുകൾ നടക്കില്ല അല്ലെ, നോ വാക്ക്, അവർ വാക്ക് ചെയ്യില്ല, അവർ ആരെങ്കിലുമൊക്കെ പുറകിൽ കയറിപ്പോവും. അപ്പൊ നോ വാക്ക് എന്നതിലും നോവാക് ദ്യോക്കോവിച്ച് ആണ് ഓസ്ട്രേലിയൻ ഓപ്പൺ 2023 പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത്. അവർ ആരെങ്കിലുമൊക്കെ പുറകിൽ കയറിപ്പോവും, ആരെങ്കിലും അല്ലെ. അപ്പൊ അതിൽ നിന്നും ആര്യാന സബലങ്കയാണ് വുമൺ സിംഗിൾസിൽ, വനിതാ സിംഗിൾസിൽ കിരീടം നേടിയത്. ഇനി നമ്മൾ 2024 പറയുകയാണെങ്കിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ 2024 പറയുമ്പോൾ എന്താണ്, ഈ ഓസിന് നടക്കുന്നവര് ഡിന്നർ എപ്പോഴും ആരെങ്കിലും വീട്ടിൽ നിന്നാണ് കഴിക്കുക അല്ലെ, ഡിന്നർ എപ്പോഴും ആരുടെയെങ്കിലും വീട്ടിൽ നിന്നാണ് കഴിക്കുക. അപ്പൊ ഡിന്നർ എന്നതിൽ നിന്നും സിന്നർ എന്നും, അത് ഇറ്റലിക്കാരനാണ് അല്ലെ, ഇഡലിയാണ് ഡിന്നർ ആയിട്ട് കഴിക്കുന്നത്. അപ്പൊ ഇറ്റലിക്കാരനാണ് സിന്നർ എന്ന് പറഞ്ഞത്. ആരെങ്കിലും വീട്ടിൽ നിന്നാണ് കഴിക്കുക. അതുകൊണ്ട് തന്നെ ആര്യാന സബലങ്കയാണ് വുമൺ സിംഗിൾസിൽ കിരീടം നേടിയത്. 2024 ഓസ്ട്രേലിയൻ ഓപ്പണും അതെ, 2023 ഓസ്ട്രേലിയൻ ഓപ്പണിലും വുമൺ സിംഗിൾസിൽ കിരീടം നേടിയത് ആര്യാന സബലങ്ക തന്നെയാണ്. കിട്ടിയോ? ഇനി അടുത്തത് ഫ്രഞ്ച് ഓപ്പൺ പറയട്ടെ. ഫ്രഞ്ച് ഓപ്പൺ എന്ന് പറയുമ്പോൾ ഫ്രഞ്ച് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അപ്പോൾ വരെ ഫ്രഞ്ച് ഫ്രൈസ് ആണ് അല്ലേ. ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കാത്തവർ ആരും തന്നെ ഉണ്ടാവും. നിങ്ങൾ എല്ലാവരും കഴിച്ചില്ലേ ഫ്രഞ്ച് ഫ്രൈസ്? അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് എന്ന് പറഞ്ഞാൽ നല്ല സ്വീറ്റ് ആണ്, നമുക്ക് നല്ല ടെക്ക് എന്ന് പറഞ്ഞ് കഴിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റും. നല്ല സ്വീറ്റ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ടെക്ക് എന്ന് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ അതിന് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇഗാ സിയാടെക്. നല്ല സ്വീറ്റ് ആണ്, അതുകൊണ്ട് ടെക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പം ഇഗാ സിയാടെക്കിനാണ് വുമൺസ് സിംഗിൾസിൽ ഫ്രഞ്ച് ഓപ്പൺ ലഭിച്ചിട്ടുള്ളത്. അത് അവര് ഏത് രാജ്യക്കാരിയാണെന്ന് വെച്ചാൽ പോളണ്ടുകാരിയാണ്. അപ്പൊ നമ്മളിങ്ങനെ ഭയങ്കര സ്വീറ്റ് ആയതുകൊണ്ട് ടെക്ക് എന്ന് കഴിക്കാല്ലേ, നല്ല സ്പീഡിൽ ഇങ്ങനെ ടെക്ക് കഴിക്കുമ്പോൾ നമ്മൾ എന്തെന്ന് പറയും, അവന് നല്ല പോളിംഗ് ആണെന്ന് പറയില്ലേ. നിങ്ങൾ പറയാല്ലേ, നന്നായിട്ട് ഫുഡ് കഴിക്കുന്നവരാണെന്ന് പറയും, അവന് ഭയങ്കര പോളിംഗ് ആണെന്ന് പറയും അല്ലേ. അപ്പൊ അതിൽ നിന്ന് പോളണ്ട് എന്ന് ഓർക്കാം. ഇനി പോളിംഗ് എന്നുള്ള വാക്ക് നിങ്ങൾക്ക് പരിചിതമല്ല എന്നുണ്ടെങ്കിൽ നല്ല പൊള്ളി ടേസ്റ്റ് ആണെന്ന് ഓർത്താലും മതി അല്ലെ. പൊള്ളി ടേസ്റ്റ് ആണെന്ന് ഓർത്താലും പോളണ്ട് എന്ന് കിട്ടും. അപ്പൊ ഫ്രഞ്ച് ഓപ്പൺ എന്ന് പറയുമ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഓർക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. ഫ്രഞ്ച് ഫ്രൈസ് നല്ല സ്വീറ്റ് ആയതുകൊണ്ട് ടെക്ക് എന്ന് കഴിക്കാം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇഗാ സിയാടെക്, സ്വീറ്റ് ആയതുകൊണ്ട് ടെക്ക് എന്ന് കഴിക്കാം. ഇഗാ സിയാടെക്കിനാണ് നമ്മുടെ ഫ്രഞ്ച് ഓപ്പണിൽ വുമൺസ് സിംഗിൾസിൽ, വനിതാ സിംഗിൾസിൽ കിരീടം നേടിയത്. ഇനി നമ്മളിങ്ങനെ കുറേ ഇരുന്ന് ഈ ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചാൽ എന്ത് പറ്റും, നമുക്ക് ഒബിസിറ്റി വരും അല്ലേ. കാരണം ഈ ഫ്രഞ്ച് ഫ്രൈസ് എന്ന് വെച്ചാൽ ഉരുളൻകിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ്, പൊട്ടാറ്റോ ആണ്, നല്ലോണം കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. ഇത് നമ്മൾ കുറേ കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഒബിസിറ്റി വരും, നമുക്ക് നല്ലതായിട്ട് വണ്ണം കൂടും, നമുക്ക് അപ്പോഴും നടക്കാൻ പറ്റാതെ വരും അല്ലേ. നോ വാക്ക്, അവിടെയും ആർക്ക് തന്നെയാണ്, നോവാക് ദ്യോക്കോവിച്ച് തന്നെയാണ് നമ്മുടെ പുരുഷ സിംഗിൾസിലും കിരീടം നേടിയത്. അപ്പൊ ഓസ്ട്രേലിയൻ ഓപ്പണിലും അതെ, ഫ്രഞ്ച് ഓപ്പണിലും അതെ, 2023 ആർക്ക് തന്നെയാണ് കിരീടം കിട്ടിയിരിക്കുന്നത്, നോവാക് ദ്യോക്കോവിച്ചിന് തന്നെയാണ് കിരീടം ലഭിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് നോവാക് ദ്യോക്കോവിച്ച് ഏത് രാജ്യക്കാരനാണ്, സെർബിയൻ താരമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ഇഗാ സിയാടെക് ഏത് രാജ്യക്കാരിയാണ്, പോളണ്ടുകാരിയാണ് അല്ലെ. ടെക്ക് എന്ന് കഴിക്കുമ്പോൾ നമ്മൾ നല്ല പോളിംഗ് ആണെന്ന് പറയും, അല്ലെങ്കിൽ നല്ല പൊളിയാണെന്ന് ഓർത്താലും മതി ഫ്രഞ്ച് ഫ്രൈസ് അല്ലെ. അപ്പൊ പോളണ്ടുകാരിയാണ് ഇഗാ സിയാടെക് എന്ന് പറഞ്ഞത്. കിട്ടിയോ അത്? ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് US ഓപ്പൺ ആണ്. അടുത്തത് പറയാൻ പോകുന്നത് US ഓപ്പൺ എന്ന് പറയുമ്പോഴും നമ്മളിപ്പോൾ ഇവിടെ ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചില്ലേ, ഫ്രഞ്ച് ഫ്രൈസിന്റെ കൂടെ നമ്മൾ സാധാരണ എവിടെയെങ്കിലും ചിക്കിങ്സിലോ ഒക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ കൊക്കക്കോള കിട്ടൂല്ലേ, അതിന്റെ കൂടെ അവർ നമുക്കൊരു കോംബോ ഓഫർ ആയിട്ടാണ് തരാം. ഫ്രഞ്ച് ഫ്രൈസ്, ബർഗർ, പിന്നെ ഒരു കൊക്കക്കോള, ഒരു കപ്പ് കൊക്കക്കോളയും കൂടി ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ ഈ കൊക്കക്കോള നമ്മൾ അല്ലെ, നമ്മൾ എന്നുള്ളതിന് എന്താ പറയാ, US എന്നുള്ളത് എന്ന് എടുത്താൽ മതി. നമ്മൾ ഇതേപോലെ തന്നെ കൊക്കക്കോളയും കുറെ കുടിക്കുകയാണെന്ന് വിചാരിക്കുക. കൊക്കക്കോളയും കുറെ കുടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മുടെ ലിവർ ഒക്കെ പോയിട്ട് നമുക്ക് എന്ത് സംഭവിക്കും, നമുക്ക് അപ്പോഴും നടക്കാൻ സാധിക്കാതെ വരില്ല. അപ്പോഴും നോവാക് തന്നെയാണ്. അപ്പൊ അതായത് ഓസ്ട്രേലിയൻ ഓപ്പൺ 2023 ഓസ്ട്രേലിയൻ ഓപ്പണിലും അതെ, ഫ്രഞ്ച് ഓപ്പണിലും അതെ, US ഓപ്പണിലും അതെ, പുരുഷ സിംഗിൾസിൽ ഒരാൾക്ക് തന്നെയാണ് കിരീടം നേടിയിരിക്കുന്നത്. ആര് തന്നെയാണ്, നോവാക് ദ്യോക്കോവിച്ച് തന്നെയാണ് കിരീടം നേടിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ US ഓപ്പൺ എന്താണ് പറഞ്ഞത്, അല്ലെ, നമ്മൾ കുറെ കൊക്കക്കോള കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നടക്കാൻ സാധിക്കാതെ വരും, ഓർത്താൽ മതി. അപ്പൊ കൊക്കക്കോള എന്നതിൽ നിന്നും കോക്കോ ഗൗഫ് ആണ് വനിതാ സിംഗിൾസിൽ US ഓപ്പണിൽ കിരീടം നേടിയിരുന്നത്. കോക്കോ ഗൗഫ് യുഎസുകാരി തന്നെയാണ് കോക്കോ ഗൗഫ് എന്ന് പറയുന്നത്. അപ്പൊ കൊക്കക്കോള കുറെ കുടിച്ചാൽ നമുക്ക് നടക്കാൻ സാധിക്കാതെ വരും. നമുക്ക് എന്നുള്ളത് എന്നുള്ളത് US അല്ലെ. US ഓപ്പണിൽ ആർക്കാണ്, പുരുഷ സിംഗിൾസിൽ നോവാക് ദ്യോക്കോവിച്ചിന് തന്നെയാണ്. വനിതാ സിംഗിൾസിൽ ലഭിച്ചിരിക്കുന്നത് കോക്കോ ഗൗഫിനാണ്. കോക്കോ ഗൗഫ് എന്ന് പറയുന്നത് US തന്നെയാണ്. കിട്ടിയോ? നമുക്ക് ഒന്നും കൂടി ഇത് റിവിഷൻ ചെയ്യാം. അടുത്ത് നമ്മൾ വിംബിൾഡൺ ആണ് അല്ലെ. വിംബിൾഡൺ എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിൽ നമുക്ക് ഓർക്കാൻ സാധിക്കും.
വിംബിൾഡൺ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വീമ്പ് പറയാം, വീമ്പ് അല്ലെ. വിംബിൾഡന്റെ ആ സ്പെല്ലിങ്, ഫസ്റ്റ് സ്പെല്ലിംഗ് എന്ന് നോക്കിയാൽ WIMB അല്ലെ, വീമ്പ് പറയാം അല്ലെ. ഈ വീമ്പ് പറയാന്ന് വെച്ചാൽ എന്താണ്, ഭയങ്കര പൊങ്ങച്ചം പറയുന്നതിന് നമ്മൾ വീമ്പ് പറയാന്ന് പറയും അല്ലെ. എന്താണ് വീമ്പ് പറഞ്ഞത്? എൻ്റെ കയ്യിൽ കുറെ കാർ ഉണ്ടെന്നാണ് വീമ്പ് പറഞ്ഞത്. എന്താണ് വീമ്പ് പറഞ്ഞത്? എൻ്റെ കയ്യിൽ കുറെ കാർ ഉണ്ടെന്ന്. ഇനി ഈ കാറൊക്കെ എന്തിനാണ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ചെസ്സ് കളിച്ചിട്ട് നല്ല മാർക്ക് വോൺ ചെയ്തതിന്, മാർക്ക് നേടിയതിന് അല്ലെ, മാർക്ക് വോൺ ചെയ്തതിന്, ചെസ്സ് കളിയിൽ നല്ല മാർക്ക് വോൺ ചെയ്തതിനാണ് എനിക്ക് ഈ കാറൊക്കെ വാങ്ങിച്ചു തന്നത് എന്ന് വീമ്പ് പറയാണ്. അപ്പൊ എനിക്ക് എന്താണ് വീമ്പ് പറഞ്ഞത്? എനിക്ക് കുറെ കാർ ഉണ്ടെന്നല്ലേ. അതുകൊണ്ട് തന്നെ വിംബിൾഡൺ 2023 കിരീടം നേടിയത് കാർലോസ് ആണ്. കാർലോസ് അൽക്കാരസിനാണ് വിംബിൾഡണില് കിരീടം നേടിയത്, പുരുഷ സിംഗിൾസിൽ. അപ്പൊ ഇതേവരെ നോവാക് ദ്യോക്കോവിച്ച് ആയിരുന്നു അല്ലെ. പക്ഷെ വിംബിൾഡൺ എത്തിയപ്പോൾ ആരാണ്? നമ്മുടെ കാർലോസ് അൽക്കാരസ് ആണ്. അപ്പൊ കാർലോസ് അൽക്കാരസ് എന്ന് പറഞ്ഞാൽ വെറും 20 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറിയ പയ്യനാണ്. അപ്പൊ അദ്ദേഹമാണ്, ആ വ്യക്തിയാണ് ആരെ തോൽപ്പിച്ചത്? നമ്മുടെ നോവാക് ദ്യോക്കോവിച്ചിനെ തോൽപ്പിച്ചത് അല്ലെ. അപ്പൊ പേര് മറന്നു പോകരുത്, കാർലോസ് അൽക്കാരസ്. അപ്പൊ എനിക്ക് എന്താണ്, കുറെ കാർ ഉണ്ടെന്നാണ് നമ്മൾ വീമ്പ് പറയുന്നത്, കാർലോസ് അൽക്കാരസ്. ഇനി എങ്ങനെയാണ് എനിക്ക് ഈ കാറൊക്കെ കിട്ടിയത്? ഞാൻ ചെസ്സിൽ നല്ല മാർക്ക് വോൺ ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഇത്രയും കാറ് കിട്ടിയത്. ആ മാർക്ക് വോൺ ചെയ്തത് എന്നതിൽ നിന്നും മാർക്കേത്ത വോൺഡ്രസോവ, മാർക്ക് വോൺ ചെയ്ത പേര് എഴുതുമ്പോൾ തന്നെ അതിൽ മാർക്ക് എന്ന് വരുന്നുണ്ട്. മാർക്കേത്ത വോൺഡ്രസോവയ്ക്കാണ് നമ്മുടെ വിംബിൾഡൺ വുമൺസ് സിംഗിൾസിൽ കിരീടം നേടിയത്. നിങ്ങൾക്ക് കിട്ടിയോ? അപ്പൊ വിംബിൾഡൺ എന്ന് പറയുമ്പോൾ തന്നെ വീമ്പ് പറയാല്ലേ. വീമ്പ് എന്താണ് പറഞ്ഞത്? എനിക്ക് കുറെ കാർ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ കാർലോസ് അൽക്കാരസ്. ഇനി കാർലോസ് അൽക്കാരസ് ഏത് രാജ്യക്കാരനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലേ, ഈ കാർലോസ് എന്ന് പറഞ്ഞ പേര് കേൾക്കുമ്പോൾ കാറ് ലോസ് ആവാന്നുള്ളത് നമുക്കതിൽ ഇല്ലേ. കാർലോസ് എന്ന് പറയുമ്പോൾ കാറ് ലോസ് ആവാ അല്ലെ. നമുക്കൊക്കെ കാറ് ലോസ് ആയി കഴിഞ്ഞാൽ സന്തോഷമാണ് വരോ? ഇല്ലല്ലോ, സങ്കടം വരില്ലേ, ഭയങ്കര പെയിൻ വരും അല്ലെ, ഭയങ്കര വിഷമവും ഭയങ്കര വേദന തോന്നും നമുക്ക് അല്ലെ, ഭയങ്കര പെയിൻ ആവുന്നതെന്ന് സ്പെയിൻകാരനാണ് കാർലോസ് അൽക്കാരസ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം, കാരണം വെച്ചാല് നോവക് ദ്യോക്കോവിച്ച് എന്ന് പറഞ്ഞത് അല്ലെ ബാക്കി എല്ലാ ഗ്രാൻഡ് സ്ലാം കിരീടം നേടിയ വ്യക്തിയാണ്. അദ്ദേഹത്തെ അവസാന നിമിഷത്തിൽ മുട്ടുകുത്തിച്ചത് വെറും 20 വയസ്സുകാരനായിട്ടുള്ള കാർലോസ് അൽക്കാരസ് ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേര് ശ്രദ്ധിക്കണം, കാർലോസ് അൽക്കാരസ്, സ്പെയിൻകാരനാണ്. അപ്പൊ കാറ് ലോസ് അയക്കുമ്പോൾ നമുക്ക് പെയിൻ ആവും, അതിൽ നിന്ന് സ്പെയിൻ എന്ന് ഓർക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? വിംബിൾഡൺ കിരീടം. അപ്പൊ വീമ്പ് പറയുന്നത് എന്താണ്? എനിക്ക് കുറെ കാർ ഉണ്ടെന്നാണ് വീമ്പ് പറയുന്നത്. എങ്ങനെയാണ് എനിക്ക് ഇതൊക്കെ ഈ കാറൊക്കെ കിട്ടിയത്? ഞാൻ ചെസ്സ് കളിയിൽ ഒരുപാട് മാർക്ക് വോൺ ചെയ്തത് കൊണ്ടാണ്. അപ്പൊ മാർക്കേത്ത വോൺഡ്രസോവ, മാർക്ക് വോൺ ചെയ്യുക. അപ്പൊ മാർക്കേത്ത വോൺഡ്രസോവ. ഇനി ഇത് ഏത് രാജ്യക്കാരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെസ്സ് കളിയിലാണ് നമ്മൾ ചെക്ക് പറയാ അല്ലെ. ചെസ്സ് കളിക്കുമ്പോൾ നമ്മൾ ചെക്ക് പറയാറില്ലേ. അപ്പൊ ചെക്ക് റിപ്പബ്ലിക്കാരിയാണ് ഈ മാർക്കേത്ത വോൺഡ്രസോവ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ എല്ലാ ഗ്രാൻഡ് സ്ലാം കിരീടവും പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കി. ആദ്യം തന്നെ ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ് പറഞ്ഞത്. ഓസ്ട്രേലിയൻ ഓപ്പൺ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓസിന് ഓർമ്മ വരണം അല്ലെ. ഓസിന് പോകുന്നവരാരും തന്നെ നടക്കാറില്ല, അവരാരെങ്കിലുമൊക്കെ പുറകിൽ കയറി പോകുള്ളേ. അപ്പൊ നടക്കാറില്ല എന്നതിലും നോവാക് ദ്യോക്കോവിച്ച് ആണ് പുരുഷ സിംഗിൾസ്. അവരാരെങ്കിലുമൊക്കെ പുറകിൽ കയറി പോകില്ല. ആരെങ്കിലും എന്നുള്ളതിന് ആര്യാന സബലങ്കയാണ് വുമൺ സിംഗിൾസിൽ കിരീടം നേടിയത്. ഇതില് നോവാക് ദ്യോക്കോവിച്ച് എന്നുള്ളത് സെർബിയക്കാരനാണെന്ന് പഠിച്ചു വെക്കണം. സെർബിയക്കാരനാണ്. ഞാൻ പറഞ്ഞില്ലേ, ബിയർ അടിച്ചാൽ നമുക്ക് നടക്കാൻ സാധിക്കില്ല എന്നങ്ങനെ ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് സെർബിയ എന്ന് വേണമെങ്കിൽ ഓർക്കാൻ സാധിക്കും. സെർബിയക്കാരനാണ്. ഇനി ആര്യാന സബലങ്ക എന്ന് പറയുമ്പോഴാണ് ഒരു ബലം വരുന്നുണ്ടല്ലോ. അപ്പൊ ബെലാറസുകാരിയാണ് ആര്യാന സബലങ്ക എന്ന് പറയുന്നത്. ഇനി 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ പറഞ്ഞത്? ഇങ്ങനെ ഓസിന് നടക്കുന്നവര് ഫുഡ് കഴിക്കുന്നതും ഡിന്നർ കഴിക്കുന്നതും ആരുടെയെങ്കിലൊക്കെ വീട്ടിൽ നിന്നാവും. അപ്പൊ ഡിന്നർ എന്നതിൽ നിന്നും സിന്നറാണ് പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത് 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ. ഈ സിന്നർ എന്ന് പറഞ്ഞത് ഇറ്റലിക്കാരനാണ് അല്ലെ. അവരാരെങ്കിലൊക്കെ വീട്ടിൽ നിന്നായിരിക്കും ഫുഡ് കഴിക്കുന്നത്. അപ്പൊ അവിടെ ആരെങ്കിലും എന്നതിൽ നിന്നും ആര്യാന സബലങ്ക തന്നെയാണ് വുമൺ സിംഗിൾസിൽ കിരീടം നേടിയത്. അവരെന്താണ്? ബെലാറസുകാരിയാണ്. പക്ഷെ 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ അവർ മത്സരിച്ചത് ബെലാറസിനെ പ്രതിനിധീകരിച്ചുകൊണ്ടല്ല. കാരണം ബെലാറസ് എന്ന് പറഞ്ഞത് നമ്മുടെ ഇതിൽ നിന്നും വിലക്കിയതാണ്. ഈ ഗ്രാൻഡ് സ്ലാം കിരീടത്തിൽ നിന്നെല്ലാം റഷ്യനെ ഇപ്പൊ വിലക്കി നിർത്തിയിരിക്കുകയാണല്ലേ. റഷ്യ ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് ഈ റഷ്യനെയും അതുപോലെ അനുബന്ധ രാജ്യങ്ങളെല്ലാം തന്നെ വിലക്കി നിർത്തിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് ബെലാറസിനെ പ്രതിനിധീകരിച്ചുകൊണ്ടല്ല ഇതിൽ പങ്കെടുത്തത്. എന്താണ്? സ്വതന്ത്രയായിട്ടാണ് പങ്കെടുത്തത്. സ്വതന്ത്രയായിട്ട് ഗ്രാൻഡ് സ്ലാം കിരീടം കളിക്കുന്ന വ്യക്തിയാണ് ആര്യാന സബലങ്ക എന്ന് പറയുന്നത്. അപ്പൊ അത് ഓർത്തിരിക്കാം. ഇനി നമ്മൾ പറഞ്ഞത് ഫ്രഞ്ച് ഓപ്പൺ ആണ്. ഫ്രഞ്ച് ഓപ്പൺ എന്ന് പറയുമ്പോൾ തന്നെ ഫ്രഞ്ച് ഫ്രൈസ് എന്ന് ഓർമ്മ വരണം. ഫ്രഞ്ച് ഫ്രൈസ് ഭയങ്കര സ്വീറ്റ് ആയതുകൊണ്ട് നമുക്ക് ടക്ക് എന്ന് കഴിക്കാൻ
സാധിക്കില്ല. അപ്പൊ സിയാടെക്, ഇഗ സിയാടെക് ആണ് ഫ്രഞ്ച് ഓപ്പണിൽ വുമൺ സിംഗിൾസിൽ കിരീടം നേടിയത്. ഇത് നമുക്കിത് ടെക്ക് എന്ന് കഴിക്കുമ്പോൾ നമ്മൾ ഭയങ്കര പോളിംഗ് ആണെന്ന് പറയും അല്ല, അല്ലെങ്കിൽ പൊളിയാണെന്ന് ഓർത്താലും മതി. പോളണ്ടുകാരിയാണ് ഇഗ സിയാടെക് എന്ന് പറഞ്ഞത്. ഇനി എന്താണ് പറഞ്ഞത്, ഇങ്ങനെ നമ്മൾ കുറെ കഴിച്ചു കഴിഞ്ഞ് നമുക്ക് ഒബിസിറ്റി വന്നിട്ട് അല്ലെങ്കിൽ നമ്മൾ വണ്ണം വെച്ചിട്ട് നമുക്ക് നടക്കാൻ സാധിക്കാതെ വരും. അപ്പൊ നോവാക് ദ്യോക്കോവിച്ച് തന്നെയാണ് ഇവിടെയും പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത്. അടുത്ത നമ്മൾ പറഞ്ഞത് US ഓപ്പൺ ആണ്. അസ് അല്ലെ, US ഓപ്പൺ എന്ന് പറയുമ്പോൾ അസ് നമ്മൾ എന്താണ്, നമ്മൾ കൊക്കോകോള കുറെ കുടിക്കുകയാണെങ്കിലും നമുക്ക് നടക്കാൻ സാധിക്കാതെ വരും അല്ലെ, നമുക്കെന്നുള്ളത് അസ്. അപ്പൊ US ഓപ്പൺ നമ്മൾ കൊക്കോകോള കുറെ കുടിക്കുകയാണെന്നതിൽ നിന്നും കൊക്കോ ഗൗഫ് ആണ് വനിതാ സിംഗിൾസിൽ US ഓപ്പണിൽ കിരീടം നേടിയത്. ഈ കൊക്കോ ഗൗഫ് എന്ന് പറയണതും ആര് തന്നെയാണ്, US കാരി തന്നെയാണ്. ഇങ്ങനെ കൊക്കോകോള കുറെ കുടിച്ചാലും നമ്മുടെ ലിവറൊക്കെ പോയി നമുക്ക് അവസാനം നടക്കാൻ സാധിക്കാതെ വരും. അതുകൊണ്ട് തന്നെ പുരുഷ സിംഗിൾസിൽ അവിടെയും കിരീടം നേടിയത് നോവാക് ദ്യോക്കോവിച്ച് തന്നെയാണ്. അപ്പോൾ ഓസ്ട്രേലിയൻ ഓപ്പൺ 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, US ഓപ്പൺ, ഇവിടെ മൂന്നോടത്തും ആര് തന്നെയാണ്, നോവാക് ദ്യോക്കോവിച്ച് തന്നെയാണ് കിരീടം നേടിയത്. സെർബിയക്കാരനാണ്. ഇനി നമ്മൾ അടുത്തത് പറഞ്ഞത് വിംബിൾഡൺ ആണ് പറഞ്ഞത് അല്ലെ. വിംബിൾഡൺ എന്ന് പറയുമ്പോൾ വീമ്പ് പറയാന്നാണ് നമ്മൾ ഓർത്തിരിക്കാൻ പറഞ്ഞത്. വീമ്പ് പറയാം. എന്താണ് വീമ്പ് പറഞ്ഞത്, എനിക്ക് കുറെ കാർ ഉണ്ടെന്നാണ് വീമ്പ് പറഞ്ഞത്. അപ്പൊ കാർലോസ് അൾക്കാരസ് ആണ് വിംബിൾഡൺ കിരീടം നേടിയത് അല്ലെ. 2023 വിംബിൾഡൺ കിരീടം നേടിയത് കാർലോസ് അൾക്കാരസ്. കാർ ലോസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പെയിൻ ആയിരിക്കില്ല. അതിൽ തന്നെ സ്പെയിൻകാരനാണ് ഈ കാർലോസ് അൾക്കാരസ് എന്ന് പറഞ്ഞതെന്നും പറഞ്ഞു. ഈ ബാക്കി എല്ലാ കിരീടവും നമുക്ക് നോവാക് ദ്യോക്കോവിച്ചിന് കിട്ടിയപ്പോൾ ഈ വിംബിൾഡൺ കിട്ടിയത് ആർക്കാണ്, നമ്മുടെ കാർലോസ് അൾക്കാരസിനാണ്. അദ്ദേഹം വെറും 20 വയസ്സ് മാത്രമുള്ള ഒരു വ്യക്തിയാണെന്നും കൂടിയും ഓർത്തിരിക്കുക. ഇനി വുമൺ സിംഗിൾസിൽ കിട്ടിയത് ആർക്കാണ്, ഇങ്ങനെ കാർ ലഭിച്ചത് എങ്ങനെയാണ്, കുറെ കാർ ഉണ്ടെന്നാണ് വീമ്പ് പറഞ്ഞത്. കാർ എങ്ങനെയാണ് ലഭിച്ചത്, മാർക്ക് വോൺ ചെയ്തിട്ട് അല്ലെ, ചെസ് കളിയിൽ മാർക്ക് വോൺ ചെയ്തിട്ടാണ് കാർ കിട്ടിയത്. അപ്പൊ അതിന് മാർക്കേത്ത വോൺഡ്രസോവയാണ് വുമൺ സിംഗിൾസിൽ നേടിയത്. വിംബിൾഡണിൽ വുമൺ സിംഗിൾസ് വനിതാ സിംഗിൾസിൽ കിരീടം നേടിയത് മാർക്കേത്ത വോൺഡ്രസോവയാണ് കിരീടം നേടിയത്. ഏത് രാജ്യക്കാരിയാണ്, ചെക്ക് റിപ്പബ്ലിക്കുകാരിയാണ് മാർക്കേത്ത വോൺഡ്രസോവ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഗ്രാൻഡ് സ്ലാം കിരീടം എല്ലാം പഠിച്ചു, നിങ്ങൾക്ക് എല്ലാം സെറ്റായി നാം വിചാരിക്കുകയാണ്. നമുക്ക് അടുത്തത് ധ്യാൻചന്ദ് പുരസ്കാരമാണ് പറയുന്നത്. മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം. ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആയിരിക്കില്ല ഇത് കേട്ടിട്ടുണ്ടാവുക. കാരണം ഇതിന്റെ ആദ്യത്തെ പേരെന്ന് പറഞ്ഞത് രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരം എന്നായിരുന്നു പേര്. ഇതിന്റെ പേര് മാറ്റിയിട്ടാണ് ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം എന്നാക്കി മാറ്റിയത്. കായിക രംഗത്തെ ഏറ്റവും പരമോന്നത പുരസ്കാരമാണ് അല്ലെ, നമ്മുടെ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം എന്നുള്ളത്. ഈ ധ്യാൻചന്ദ് ആരാണ്, ധ്യാൻചന്ദ് എന്ന് പറയുന്നത് ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അല്ലെ. ഹോക്കി ഇതിഹാസമാണ് ധ്യാൻചന്ദ് എന്ന് പറയുന്നത്. ധ്യാൻചന്ദിന്റെ ജന്മദിനമായിട്ടുള്ള ഓഗസ്റ്റ് 29 നമ്മൾ എന്തായിട്ട് ആഘോഷിക്കുന്നത്, ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത് ധ്യാൻചന്ദിന്റെ ജന്മദിനമായിട്ടുള്ള ഓഗസ്റ്റ് 29. 2023 കായിക ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ പ്രമേയങ്ങളൊക്കെ സാധാരണ ചോദിക്കുന്നതാണ് അല്ലെ. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക. 2023 കായിക ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് സ്പോർട്സ് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും അനുയോജ്യവുമായ ഒരു സമൂഹത്തെ പ്രാപ്തമാക്കുക എന്നുള്ളതാണ്. എന്താണ് സ്പോർട്സ് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും അനുയോജ്യവുമായ ഒരു സമൂഹത്തെ പ്രാപ്തമാക്കുക എന്നായിരുന്നു 2023 സ്പോർട്സ് ദിനത്തിന്റെ അല്ലെങ്കിൽ ദേശീയ കായിക ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്, തീം എന്ന് പറയുന്നത്. ഇനി ഈ നമ്മുടെ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം അല്ലെങ്കിൽ രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരം, പണ്ട് അതായിരുന്നല്ലോ അതിന്റെ പേര്. അത് ഏറ്റവും ആദ്യം ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വനാഥൻ ആനന്ദ്, നമ്മുടെ ചെസ് കളിക്കാരനായിട്ടുള്ള വിശ്വനാഥൻ ആനന്ദിനാണ് ആദ്യമായിട്ട് ഈ പുരസ്കാരം ലഭിക്കുന്നത്. ഈ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ മലയാളി എന്ന് പറയുന്നത് ബീനാമോളാണ്. ബീനാമോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഓട്ടക്കാരിയാണ് അല്ലെ. ബീനാമോളാണ് ആദ്യമായിട്ട് ഈ രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരം ലഭിച്ച മലയാളി എന്ന് പറയുന്നത്. രണ്ടാമത്തെ മലയാളി എന്ന് പറഞ്ഞത് അഞ്ജു ബോബി ജോർജ് ആയിരുന്നു. അഞ്ജു ബോബി ജോർജ് ലോങ് ജമ്പ് ആണ് അല്ലെ. ലോങ് ജമ്പുകാരിയായിട്ടുള്ള അഞ്ജു ബോബി ജോർജ് ആണ് രണ്ടാമതായിട്ട് ഈ പുരസ്കാരം ലഭിച്ചത്. ഇനി ഏറ്റവും അവസാനമായിട്ട് ലഭിച്ച മലയാളി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൂന്നാമതായിട്ട് ലഭിച്ച മലയാളി എന്ന് പറയുന്നത് PR ശ്രീജേഷ് ആണ്. PR ശ്രീജേഷ് ആരാണ്, നമ്മുടെ ഹോക്കി താരമാണല്ലേ, ഹോക്കി ക്യാപ്റ്റനൊക്കെ ആയിരുന്നു PR ശ്രീജേഷ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് 2021 ലഭിച്ചത്. അപ്പൊ 3 മലയാളികൾക്ക് ലഭിച്ചിട്ടുണ്ട്, ബീന മോൾക്ക് ലഭിച്ചിട്ടുണ്ട്.
ലഭിച്ചിട്ടുണ്ട്. ബീന മോളാണ് ആദ്യത്തെ മലയാളി എന്ന് പറയുന്നത്. പിന്നീട് അഞ്ജു ബോബി ജോർജിന് ലഭിച്ചു. നമ്മുടെ ലോങ് ജമ്പുകാരിയാണ് അഞ്ജു ബോബി ജോർജ് എന്ന് പറയുന്നത്. പിന്നെ PR ശ്രീജേഷിന് ലഭിച്ചു. PR ശ്രീജേഷ് എന്ന് പറയുന്നത് ഹോക്കി താരമാണ്. ഈ നമ്മുടെ രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം അല്ലെങ്കിൽ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം, ഇപ്പോഴത്തെ പേര് ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം എന്നാണ്. അപ്പൊ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ച പുരുഷ താരം, മലയാളി പുരുഷ താരം എന്ന് പറയുന്നത് PR ശ്രീജേഷ് ആണ്. മലയാളി പുരുഷ താരം PR ശ്രീജേഷ് ആണ്. അതിന് മുമ്പ് 2 തവണയും കിട്ടിയിട്ടുള്ളത് വനിതകൾക്കാണ്. ഒന്ന് ബീന മോളിനും പിന്നെ ഒന്ന് അഞ്ജു ബോബി ജോർജിനാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് പരമോന്നത കായിക പുരസ്കാരം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് ആർക്കുന്നു എന്നുകൂടി നമ്മളൊന്ന് നോക്കിയിരിക്കണം. 2023 ലഭിച്ചവരെയാണ് നമ്മൾ പറയുന്നത്. 2023 ലഭിച്ചവരെ ഇപ്പൊ 2024 ജനുവരിയിലാണ് അത് നൽകിയത് അല്ലെ, സമ്മാനം നൽകിയത് 2024 ജനുവരിയിലാണ്. അപ്പൊ 2023 ലഭിച്ചവർ അല്ലെങ്കിൽ അവസാനമായിട്ട് ലഭിച്ചവരെന്ന് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ധ്യാൻ ചന്ദ് എന്നൊക്കെ പറയുമ്പോൾ ധ്യാനിക്കുന്നതായിട്ട് ഓർക്കുക. ധ്യാനിക്കുന്നത് അല്ലെ, ധ്യാൻ ചന്ദ് എന്ന് പറയുമ്പോൾ ധ്യാനം അല്ലെ, ധ്യാനവുമായിട്ട് ഓർക്കുക. അപ്പൊ ഈ ധ്യാനം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു ചിരാതൊക്കെ കത്തിച്ചു വെച്ച് ചന്ദനൊക്കെ തൊട്ടിട്ടാണ് നമ്മൾ ധ്യാനിക്കാനിരിക്കുന്നതെന്ന് വിചാരിക്കുക. ഇല്ലേ, നമ്മൾ ധ്യാനിക്കാനിരിക്കുമ്പോൾ ഒരു വിളക്ക് കത്തിച്ച് വെക്കാറില്ലേ? അപ്പൊ ഇങ്ങനെ ധ്യാനിക്കാനിരിക്കുന്നത് ഒരു ചിരാത് കത്തിച്ച് വെച്ചിട്ട് ചന്ദനൊക്കെ തൊട്ടിട്ടാണ് ധ്യാനിക്കാനിരിക്കുന്നത്. ഇനി ഇങ്ങനെ ധ്യാനത്തിൽ മുഴുകി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സ്വാത്വികമായിട്ടുള്ള മാർഗത്തിലേക്ക് മാറും അല്ലെ. സ്വാത്വികം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. അപ്പൊ സ്വാത്വികമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക്, സ്വാത്വികമായിട്ടുള്ള ചിന്തകളിലേക്ക് നമ്മൾ മാറും. അങ്ങനെ നമ്മളൊരു സായിബാബയുടെ പോലെ ആവുമെന്ന് ചിന്തിക്കുക. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ എന്താണ്? നമ്മുടെ മനസ്സിലുള്ള എല്ലാ എല്ലാ പൊട്ട ചിന്തകളും, ബാഡ് ആയിട്ടുള്ള ചിന്തകളും, എല്ലാ മാലിന്യങ്ങളും മാറി നമ്മൾ നല്ലൊരു വ്യക്തിയായി മാറും. നമുക്ക് ചിന്തിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. ധ്യാൻ ചന്ദ് എന്ന് പറയുമ്പോൾ അവിടെ തന്നെ ധ്യാനമുണ്ട്. നമ്മൾ ധ്യാനിക്കാനിരിക്കുന്നത് ഒരു ചിരാതൊക്കെ കത്തിച്ച് വെച്ചിട്ടാണ്, ചന്ദനൊക്കെ തൊട്ടിട്ടാണ്. ഇങ്ങനെ ധ്യാനിച്ച് കഴിയുമ്പോൾ നമ്മൾ സ്വാത്വികമായിട്ടുള്ള ഒരു ലോകത്തിലേക്ക് മാറിപ്പോകുന്നു. അങ്ങനെ നമ്മൾ സായിബാബനെ പോലെ ആകുന്നു. അതോടുകൂടി നമ്മുടെ മനസ്സിലെ എല്ലാ ബാഡ് ആയിട്ടുള്ള ചിന്തകളും പോകുന്നു. അപ്പൊ ഇതിൽ നിന്നും നമ്മുടെ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം 2023 ലഭിച്ചവർ 2 പേരുണ്ട്. ഒന്ന് ചിരാഗ് ചന്ദ്രശേഖർ ഷെട്ടി. അപ്പൊ നമ്മൾ ചിരാഗൊക്കെ കത്തിച്ച് ചന്ദനൊക്കെ തൊട്ടിട്ടല്ലേ ഇരിക്കുന്നത്. അതിൽ നിന്നും ചിരാഗ് ചന്ദ്രശേഖർ ഷെട്ടിക്കാണ് ഒരു വ്യക്തി എന്ന് പറയുന്നത്. രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് സ്വാതിക് സായിരാജ് ആണ്. നമ്മൾ സ്വാത്വികമായിട്ടുള്ള ജീവിതത്തിലേക്ക് കടന്ന് സായിബാബനെ പോലെ ആവൂലേ. അപ്പൊ സ്വാതിക് സായിരാജ് ആണ് രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത്. ഇവർക്ക് 2 പേരും ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഏത് കായിക ഇനമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ബാഡ്മിന്റൺ ആണ് അല്ലെ. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബാഡ് ആയിട്ടുള്ള എല്ലാ ചിന്തകളും പോകില്ലേ, മൈൻഡിൽ നിന്നും എല്ലാ ബാഡ് ആയ ചിന്തകളും പോകില്ല. അതിൽ നിന്നും ബാഡ്മിന്റൺ താരമാണ് ഇവർ 2 പേരും. അപ്പൊ രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരത്തിന്റെ പുതിയ പേരാണ് ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം എന്നുള്ളത്. ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം 2023 ലഭിച്ച വ്യക്തികൾ എന്ന് പറയുമ്പോൾ ധ്യാനിക്കുന്നതായിട്ട് ഓർക്കുക. ധ്യാനിക്കുമ്പോൾ നമ്മൾ ചിരാതൊക്കെ കത്തിച്ചു വെച്ച് ചന്ദനൊക്കെ തൊട്ടിട്ടാണ്. അതിൽ നിന്നും ചിരാഗ് ചന്ദ്രശേഖർ ഷെട്ടിയാണ് ഒന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത്. ഇങ്ങനെ ധ്യാനിച്ചു കഴിയുമ്പോൾ നമ്മൾ സ്വാത്വികമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് മാറി സായിബാബനെ പോലെയോ. അപ്പൊ അതിൽ നിന്നും സ്വാതിക് സായി ആണ് രണ്ടാമത്തെ വ്യക്തി. സ്വാതിക് സായിരാജ് ആണ് രണ്ടാമത്തെ വ്യക്തി. ഇവർ 2 പേരും എന്ത് കായികനുമായി ബന്ധപ്പെട്ട വ്യക്തികളാണ്? ബാഡ്മിന്റണുമായി ബന്ധപ്പെട്ട വ്യക്തികളാണ്. നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് നൊബേൽ പ്രൈസ് ആണ്. നൊബേൽ പ്രൈസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിൽ പലരും ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ പഠിച്ചവര് ഒരു കുഴപ്പമില്ല, നിങ്ങളിത് കേൾക്കണമെന്നില്ല. നിങ്ങൾ ഇനി എന്തെങ്കിലും കോഡ് വെച്ച് പഠിച്ചിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ആ കോഡ് ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കേൾക്കാം. കാരണം ഈ കോഡുകൾ ഒരു തവണ കേട്ടാൽ നിങ്ങൾ പിന്നെ ഒരിക്കലും മറക്കില്ല എന്ന് ഞാൻ ഉറപ്പ് തരാം. അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം തന്നെ മെഡിസിൻസിന് നൊബേൽ പ്രൈസ് ലഭിച്ചത് ആരാണെന്ന് നോക്കാം. നമ്മൾ സാധാരണ മെഡിസിൻസ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഏത് സമയത്താണ്? നമ്മൾ ക്യാരിയിങ് ആവുമ്പോൾ അല്ലെ. സ്ത്രീകളെ കുറിച്ചാണ് പറഞ്ഞത്. ക്യാരിയിങ് ആവുന്ന സമയത്ത് അല്ലെ, പ്രഗ്നന്റ് ആവുന്ന സമയത്ത് നമുക്ക് കൂടുതൽ മെഡിസിൻസ് യൂസ് ചെയ്യും. ഫോളിക് ആസിഡ് ടാബ്ലറ്റ്, കാൽസ്യം ടാബ്ലറ്റുകൾ, പിന്നെ നമുക്ക് എന്തെങ്കിലും ഛർദിയോ മറ്റെന്തെങ്കിലും അല്ലെ വേദനകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് മെഡിസിൻസ് തരും അല്ലെ. അപ്പൊ മെഡിസിൻസ് നമ്മൾ കൂടുതലായി യൂസ് ചെയ്യുന്നത് ക്യാരിയിങ് ആവുമ്പോഴാണെന്ന് ഓർക്കാം. അതേപോലെ തന്നെ വയസ്സാവുമ്പോൾ, നമുക്ക് പ്രായമായി കഴിയുമ്പോൾ ഷുഗറിന്റെ ഗുളിക, പ്രഷറിന്റെ ഗുളിക അല്ലെ, കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ കൊളസ്ട്രോളിന്റെ ഗുളിക, അങ്ങനെ കുറെ ഗുളികകളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ മെഡിസിൻസ് യൂസ് ചെയ്യുന്നത് നമ്മൾ ക്യാരിയിങ് ആകുമ്പോഴും വയസ്സാകുമ്പോഴും ആണെന്ന് ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ 2 പേരും കിട്ടി. ക്യാരിയിങ് ആവ എന്നതിൽ നിന്നും ക്യാരിക്കോയും വയസ്സാവ എന്നതിൽ നിന്നും വെയ്സ്മാനും. ഇവർക്ക് 2 പേർക്കാണ് മെഡിസിൻസിൽ നോബൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. ആരൊക്കെയാണ്? ക്യാരിയിങ് ആവ എന്നതിൽ നിന്നും ക്യാരിക്കോ.
ഫുൾ നെയിം കാറ്റലിൻ കാരിക്കോ എന്നാണ്, കാറ്റലിൻ കാരിക്കോ എന്നാണ്. അതേപോലെ തന്നെ മറ്റേത് വെയ്സ്മാൻ എന്നുള്ളത് ഡ്രൂ വെയ്സ്മാൻ ആണ്. പിന്നെ അതേപോലെ തന്നെ ഇവരെ രാജ്യവും നമുക്ക് പഠിക്കണം. രാജ്യം പഠിക്കാന്ന് വെച്ചാൽ നമുക്ക് സാധാരണ ക്യാരിങ് ആയി കഴിഞ്ഞാൽ ഭയങ്കര ഹംഗ്രി ആയിരിക്കുമല്ലോ, വിശപ്പായിരിക്കും അല്ലേ, രണ്ടുപേരെ ഭക്ഷണം കഴിക്കണം, നമുക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും അല്ലേ. അപ്പൊ അതിൽ നിന്നും ഹംഗറിക്കാരിയാണ് കാരിക്കോ എന്ന് പറയുന്നത്. ഹംഗ്രി, നമുക്ക് ഭയങ്കര വിശപ്പായിരിക്കുന്നതിൽ നമുക്ക് കിട്ടും ഹംഗ്രി അല്ലെ, ഹംഗറിക്കാരിയാണ് കാരിക്കോ എന്ന് പറയുന്നത്. ഇനി വെയ്സ്മാൻ എന്ന് പറയുന്നത് അമേരിക്കക്കാരിയാണ്, അമേരിക്കക്കാരാണ്. നമ്മൾ ഇങ്ങനെ ഇനി അമ്മയായി കഴിഞ്ഞാൽ നമ്മൾ ക്യാരിങ് ആയി നമുക്ക് ഭയങ്കര ഹംഗ്രി ആണ്, നമുക്ക് കുറെ ഫുഡൊക്കെ കഴിച്ചു, നമ്മൾ അമ്മയായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വയസ്സാവും അല്ലേ, കാരണം നമ്മൾ കുറെ ഫുഡൊക്കെ കഴിച്ച് വണ്ണൊക്കെ വെച്ചിട്ടാണ് അല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും കുറച്ച് വയസ്സായ പോലെ, ഏജ് ആയ പോലെ തോന്നും. മിക്കവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്, ഡെലിവറി ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് വയസ്സായ പോലെ തോന്നും. അപ്പൊ അമ്മയായി കഴിയുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി വയസ്സാകുന്നത് എന്ന് ഓർത്ത് കഴിഞ്ഞാൽ ഈ വെയ്സ്മാൻ എന്നുള്ളത് അമേരിക്കക്കാരനാണെന്ന് കിട്ടും അല്ലെ. അമ്മയായി കഴിയുമ്പോഴാണ് നമ്മൾ വയസ്സാകുന്നത്. അപ്പൊ വെയ്സ്മാൻ ആരാണ്? അമേരിക്കക്കാരനാണ്. രണ്ടും കിട്ടിയില്ലേ. നമ്മൾ ഹംഗറി അല്ലെ, നമുക്ക് ക്യാരിങ് കഴിഞ്ഞാൽ ഭയങ്കര ഹംഗറി ആയിരിക്കും, വിശപ്പായിരിക്കും. അപ്പൊ കാരിക്കോ എന്നുള്ളത് ഹംഗറിക്കാരിയാണ്. ഇനി വെയ്സ്മാൻ എന്നുള്ളത് അമേരിക്കക്കാരനാണ്. രണ്ടും കിട്ടിയില്ലേ. പിന്നെ അതേപോലെ തന്നെ ഇവർക്ക് എന്തിനാണ് ഈ നൊബേൽ പ്രൈസ് ലഭിച്ചതെന്ന് വെച്ചാൽ കോവിഡുമായി ബന്ധപ്പെട്ട് mRNA വാക്സിൻ വികസിപ്പിച്ചെടുക്കുന്നതിൽ പരീക്ഷണങ്ങളൊക്കെ നടത്തിയതിനാണ് ഇവർക്ക് ഇത് ലഭിച്ചത്. അതായത് mRNA വാക്സിൻ വികസിപ്പിച്ചെടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചതിനാണ് ഇവർക്ക് ലഭിച്ചത്. നമുക്കറിയാം, നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ സ്ഥിരമായിട്ടുള്ള ഒരു ചടങ്ങാണ് അല്ലെ കോവിഡ് ടെസ്റ്റ് ചെയ്യാന്നുള്ളത്. പ്രത്യേകിച്ച് ഈ കോവിഡിന് ശേഷം നമ്മൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞവർക്ക് അറിയാൻ സാധിക്കും, പല തവണ അവരെ കോവിഡ് ടെസ്റ്റുകൾ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ ക്യാരിങ് ആയി പോയി കഴിഞ്ഞാലും ഇനി വയസ്സായിട്ടാണ് ചെല്ലണമെന്നുണ്ടെങ്കിലും നമ്മളവിടെ അവർ കോവിഡ് ടെസ്റ്റുകൾ ചെയ്യാൻ പറയും. അപ്പൊ അതിൽ തന്നെ നമുക്ക് കോവിഡുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കോവിഡിനെതിരെയുള്ള mRNA വാക്സിൻ വികസിപ്പിച്ചെടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചതിനാണ് ഇവർക്ക് നൊബേൽ പ്രൈസ് ലഭിച്ചതെന്ന് ഓർക്കാൻ സാധിക്കും. കിട്ടിയോ? പഠിച്ചില്ലേ? ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ സാമ്പത്തിക ശാസ്ത്രത്തിലാണ് പറയുന്നത്. സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒരാൾക്ക് കിട്ടിയിട്ടുള്ളൂ, നമുക്ക് പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ ആ പേരിൽ തന്നെയുണ്ട് ക്ലോഡിയ ഗോൾഡ്. ഗോൾഡ് ഉണ്ട് അല്ലെ, നമുക്ക് ഗോൾഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമ്മുടെ സമ്പത്താണെന്ന്. സാമ്പത്തികവുമായി ബന്ധപ്പെട്ടാണ് സാമ്പത്തിക ശാസ്ത്രം നമുക്ക് കിട്ടും. ഇനി ഇവർ ഈ ഗോൾഡ് എന്ന് പറഞ്ഞത്, അതായത് ക്ലോഡിയ ഗോൾഡ് അല്ലെ, ഗോൾഡ് എന്ന് പറഞ്ഞത് ഏത് രാജ്യക്കാരിയാണെന്ന് വെച്ചാൽ അമേരിക്കക്കാരിയാണ്. അത് നമ്മൾ ചിന്തിച്ചാൽ മതി. നമ്മൾ അമ്മമാർക്കൊക്കെ ഗോൾഡ് ഇടാൻ, ഇപ്പൊ ന്യൂജൻ പിള്ളേർക്കൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല ഗോൾഡ് ഇടാൻ. അവരൊരു കുഞ്ഞി മാലയോ ഒരു വളയെങ്ങാൻ ഇട്ടാലായി. പക്ഷെ കുറച്ചും കൂടി പ്രായമായ അമ്മമാർക്കൊക്കെ ഈ ഗോൾഡ് ഇടാൻ ഭയങ്കര ഇഷ്ടമായിരിക്കില്ല. നമ്മളൊക്കെ പുറത്ത് പോകുമ്പോൾ രണ്ട് വള എടുത്തിടും അല്ലെങ്കിൽ അമ്മ ആലെടുത്തിട്ട് പോകുന്നൊക്കെ പറയും. അപ്പൊ അമ്മമാർക്കാണ് കൂടുതലും ഈ ഗോൾഡ് ഇടാൻ ഇഷ്ടം. അപ്പൊ അമേരിക്കക്കാരിയാണ് ആര്? ക്ലോഡിയ ഗോൾഡ് എന്ന് പറഞ്ഞത്. ക്ലോഡിയ ഗോൾഡ്. ഗോൾഡ് എന്നുള്ള പേര് കേട്ടാൽ മതി, നമുക്ക് കിട്ടും സാമ്പത്തിക ശാസ്ത്രമാണ്. അപ്പൊ അമേരിക്കക്കാരിയാണെന്ന് ഓർക്കാൻ അമ്മമാർക്കാണ് കൂടുതലും ഗോൾഡ് ഇടാൻ ഇഷ്ടം എന്ന് ഓർത്താൽ മതി. പിന്നെ അതേപോലെ തന്നെ സ്ത്രീകൾക്കാണല്ലോ ഈ ഗോൾഡ് ഉപയോഗിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ സ്ഥാനം, അതേപോലെ അസമത്വം, ഈ തൊഴിൽ മേഖലയിൽ അല്ലെ തൊഴിൽ വിപണിയിലെ സ്ത്രീകളുടെ സ്ഥാനം, അസമത്വം, തൊഴിൽ മേഖലകളിൽ സ്ത്രീകൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നൊക്കെ സംബന്ധിച്ചുള്ള ഗവേഷണങ്ങൾ നടത്തിയതിനാണ് ഇവർക്ക് ഇത് കിട്ടിയത്, സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ പ്രൈസ് ലഭിച്ചത്. അപ്പൊ അവിടെയും സ്ത്രീകൾക്കാണ് അല്ലെ പ്രാധാന്യം, സ്ത്രീകളുടെ സ്ഥാനം, സ്ത്രീകൾക്ക് എത്രത്തോളം പ്രാധാന്യം, തൊഴിൽ മേഖലയിൽ എത്രത്തോളം പ്രാധാന്യം ലഭിക്കുന്നുണ്ട്, തൊഴിൽ മേഖലയിലുള്ള അസമത്വം, ഈ സ്ത്രീകളോട് കാണിക്കുന്ന അസമത്വം, ഇതിനെയൊക്കെ കുറിച്ചൊക്കെ പഠനം നടത്തിയതിനാണ് ഇവർക്ക് നൊബേൽ പ്രൈസ് ലഭിച്ചത്. അപ്പൊ നമുക്ക് ഈ ഗോൾഡുമായി ബന്ധപ്പെട്ട് ഇതെല്ലാം ഓർക്കാൻ സാധിക്കും അല്ലെ. ഗോൾഡ് എന്ന് പറഞ്ഞാൽ, ഗോൾഡ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം സാമ്പത്തിക ശാസ്ത്രത്തിലാണ് നൊബേൽ പ്രൈസ് ലഭിച്ചത്. അമ്മയ്ക്കാണ് ഗോൾഡ് ഇടാൻ ഇഷ്ടം, അതുകൊണ്ട് തന്നെ അമേരിക്കക്കാരിയാണ് ക്ലോഡിയ ഗോൾഡ് എന്ന് പറഞ്ഞ വ്യക്തി. ഇനി അതേപോലെ തന്നെ ഇവര് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഗവേഷണങ്ങളാണ്. അതായത് സ്ത്രീകൾക്ക് തൊഴിൽ മേഖലയിലുള്ള അസമത്വം, സ്ത്രീകളുടെ സ്ഥാനം, തൊഴിൽ മേഖലയിൽ സ്ത്രീകൾക്ക് എത്രത്തോളം പ്രാധാന്യം ലഭിക്കുന്നുണ്ട് തുടങ്ങിയ ഗവേഷണങ്ങൾ നടത്തിയതിനാണ് ഇവർക്ക് സാമ്പത്തിക ശാസ്ത്രത്തിലെ നൊബേൽ പ്രൈസ് ലഭിച്ചത്. അടുത്തത് രസതന്ത്രം. നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള എക്സാം രസതന്ത്രമായിരിക്കില്ല മിക്കവർക്കും. അപ്പൊ നമ്മൾ ആലോചിക്കുക, നമ്മൾ ഈ രസതന്ത്രം പരീക്ഷയ്ക്ക് ഒരു ലെക്സി പേന, ലൂസ് ആയിട്ടുള്ള ഒരു ലെക്സി പേനയാണ് കൊണ്ടുപോയത് എന്ന് വിചാരിക്കുക. ഈ ലൂസ് ആയിട്ടുള്ള ലെക്സി പേന കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഇത് ശരിക്കും തെളിയുന്നില്ല, ഇങ്ങനെ ഡോട്ട് ആയിട്ട് മാത്രം അല്ലെ, വിക്കി തെളിയാന്ന് അറിയില്ലേ, കൃത്യമായിട്ട് തെളിയാതെ കുറെ ഡോട്ട് മാത്രമായിട്ടാണ് തെളിയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് വേറെ പേൻ ഇല്ല എഴുതാന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇരുന്ന് മോങ്ങൂല്ലേ. ഞാൻ അവിടെ ക്ലാസ്സിലിരുന്ന് മോങ്ങി.
നിങ്ങൾക്ക് ഓർക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? രസതന്ത്രം പരീക്ഷയ്ക്ക് ഞാൻ ലൂസായിട്ടുള്ള ലെക്സി പാനയാണ് കൊണ്ടുപോയത്. ഇത് കുറെ ഡോട്ടായിട്ട് തെളിയുന്നുള്ളൂ. അവിടെ ചെന്നപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് മോങ്ങി. എക്സാം എഴുതാൻ പറ്റാതെ ഞാൻ അവിടെ ഇരുന്ന് മോങ്ങി നമുക്കറിയാന്നുള്ളതിന് മോങ്ങാന്ന് പറയില്ലേ, മോങ്ങി. അപ്പൊ അതിൽ നിന്നും നമ്മൾ ലൂസ് ആയിട്ടുള്ള ലെക്സി പാനയാണ് അല്ലേ കൊണ്ടുപോയത്. ലൂസ് ആയതിൽ നിന്ന് തന്നെ ലൂയിസ് എന്നുള്ളതാണ് ഒന്നാമത്തെ വ്യക്തിയുടെ പേര്. മുഴുവൻ പേര് ലൂയിസ് ഈബ്രൂസ് ആണ് ഒന്നാമത്തെ വ്യക്തി. രണ്ടാമത് ഞാൻ ലൂസ് ആയിട്ടുള്ള ലെക്സി പാനയാണ് കൊണ്ടുപോയത്. ലെക്സി എന്നതിൽ നിന്നും അലക്സി എക്കിമോവ് ആണ് രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? കുറെ ഡോട്ടായിട്ടാണ് വന്നത് അല്ലെ. അതവിടെ നിൽക്കട്ടെ. കുറെ ഡോട്ടായിട്ട് വന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഞാൻ അവിടെ ഇരുന്ന് മോങ്ങി അല്ലെ. ഈ മോങ്ങി എന്നതിൽ നിന്നും മോങ്കി ഭാവേന്തിയാണ് മൂന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞില്ലേ പിന്നെ കുറെ ഡോട്ടായിട്ടാണ് വന്നത്. അതിൽ തന്നെ ക്വാണ്ടം ഡോട്ടുകളെ കുറിച്ചുള്ള പരീക്ഷണം അല്ലെ ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലിനാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. നാനോ ടെക്നോളജിയിൽ ക്വാണ്ടം ഡോട്ടുകളുടെ കുറെ ഡോട്ട് എന്ന് പറഞ്ഞില്ലേ, അതിനാ ക്വാണ്ടം ഡോട്ട് എന്നുള്ള വാക്ക് അവിടെ കൃത്യമായിട്ടുണ്ടാവും. ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലിനാണ് പുരസ്കാരം ലഭിച്ചത്. ഇനി ഇവരെല്ലാവരും അമേരിക്കക്കാർ തന്നെയാണ്. അമേരിക്കക്കാർ തന്നെയാണ്. അപ്പൊ നിങ്ങൾ എക്സാമിന് പോകാൻ നേരത്ത് നിങ്ങൾക്ക് ലെക്സി പാൻ എടുത്ത് തന്നത് അമ്മയാണെന്ന് ചിന്തിച്ചാൽ മതി. അപ്പൊ അവിടെയും അമേരിക്ക കിട്ടി. നമ്മളെല്ലാം അമേരിക്ക എപ്പോഴും അമ്മയായിട്ടാണ് കണക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ലെക്സി പാൻ എടുത്ത് തന്നത് അമ്മയാണെന്ന് ചിന്തിച്ചാൽ അമേരിക്ക എന്ന് കിട്ടും. അപ്പൊ രസതന്ത്രം എന്ന് പറയുമ്പോൾ രസതന്ത്രം പരീക്ഷ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള എക്സാം രസതന്ത്രം അല്ലേ. രസതന്ത്രം പരീക്ഷയ്ക്ക് ലൂസ് ആയിട്ടുള്ള ലെക്സി പാനയും കൊണ്ടാണ് പോയത്. അവിടെ ചെന്നപ്പോൾ ഇത് തെളിയുന്നില്ല, കുറെ ഡോട്ട് മാത്രം വരുന്നുള്ളൂ. ഞാൻ അവിടെ ഇരുന്ന് മോങ്ങി ഇല്ലേ, നിങ്ങൾ അതിൽ മോങ്ങൂലേ, ഞാൻ അവിടെ ഇരുന്ന് മോങ്ങി. അപ്പൊ ലൂസ് ആയിട്ടുള്ള ലെക്സി പേന, ലൂസ് എന്നതിൽ നിന്നും ലൂയിസ്, ലെക്സി എന്നതിൽ നിന്നും അലക്സി, മോങ്ങി എന്നതിൽ നിന്നും മോങ്കി, 3 പേരും കിട്ടിയില്ലേ. പിന്നെ കുറെ ഡോട്ടായിട്ടാണ് വന്നത് എന്നതിൽ നിന്നും ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലിനാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചത്. പിന്നെ അമ്മയാണ് എനിക്ക് ലെക്സി പേൻ എടുത്തു തന്നത്. അപ്പൊ അമേരിക്ക എന്നും ഓർക്കാൻ സാധിക്കും. അടുത്തത് ഭൗതിക ശാസ്ത്രത്തിലെ നൊബേൽ പ്രൈസ് ലഭിച്ചവരാണ്. ഭൗതിക ശാസ്ത്രത്തിലെ നൊബേൽ പ്രൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഭൗതികമായിട്ടുള്ള ഈ ശരീരം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന് ഗോസ്റ്റ് എന്ന് പറയും അല്ലേ. അപ്പൊ അതിൽ തന്നെ നമുക്ക് ഗോസ്റ്റുമായിട്ടാണ് ഈ ഭൗതിക ശാസ്ത്രത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയവരെ നമ്മൾ കണക്ട് ചെയ്യുന്നത്. സാധാരണ ഈ ഗോസ്റ്റ് വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് കാണിക്കും? ക്രോസ് കാണിക്കും, കുരിശ് കാണിക്കില്ലേ. അങ്ങനെ കുരിശ് കാണിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ പ്രേതത്തിനെ കൊണ്ടുപോയിട്ട് ആണിയടിച്ച് തറയ്ക്കും. നമ്മൾ മലയാള സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, ആണിയടിച്ച്. നമ്മുടെ ഈ ആകാശഗംഗയിലൊക്കെ ഉണ്ട്, നമ്മുടെ ദിവ്യ ഉണ്ണി പോയിട്ട് ആ ആണി വലിച്ചുരുമ്പോൾ അതിൽ നിന്ന് ഗോസ്റ്റ് പുറത്ത് വരുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾ അത് ആലോചിച്ചാൽ മതി. അപ്പൊ എന്താണ് ഗോസ്റ്റ് എന്നതിൽ നിന്നും അഗോസ്റ്റിനി എന്നുള്ളതാണ് ഒന്നാമത്തെ വ്യക്തിയുടെ പേര്. രണ്ടാമത്തത് ആ ഗോസ്റ്റിനെ നമ്മൾ എന്ത് കാണിച്ചിട്ടാണ്? ക്രോസ് കാണിച്ചിട്ടാണ് അല്ലെ അതിനെ തളയ്ക്കുന്നത്. അപ്പൊ ക്രോസ് എന്നതിൽ നിന്നും ഫെറൻസ് ക്രോസ് ആണ് രണ്ടാമത്തെ വ്യക്തി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആണി അടിച്ച് തറയ്ക്കും. അപ്പൊ ആണി എന്നതിൽ നിന്നും ആനി എൽ ഹുള്ളിയർ ആണ് മൂന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത്. ഭൗതിക ശാസ്ത്രം എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ എന്തോർക്കണം? ആ ഗോസ്റ്റിനെ ക്രോസ് കാണിച്ചിട്ടല്ലേ, കുരിശ് കാണിച്ചുകൊണ്ട് നമ്മൾ വരുതിക്ക് വരുത്തും. പിന്നെ ആണിയടിച്ച് തറയ്ക്കും. ആ ഗോസ്റ്റിനെ ക്രോസ് കാണിച്ചിട്ടാണ് നമ്മൾ അതിനെ വരുതിക്ക് വരുത്തുന്നത്. അപ്പൊ ക്രോസ് എന്നതിൽ നിന്നും ഫെറൻസ് ക്രോസ്, ആണിയടിച്ച് തറയ്ക്കും എന്നതിൽ നിന്നും ആനി എൽ ഹുള്ളിയർ എന്നിവർക്കാണ് നൊബേൽ പ്രൈസ് ലഭിച്ചത് ഭൗതിക ശാസ്ത്രത്തിൽ. ഇനി ഒരു രാജ്യം പഠിക്കണേ നമുക്ക്. അപ്പൊ ഈ ഒരു സാധാരണ ചില പടങ്ങളിൽ കാണും ഒരു ഗോസ്റ്റ് അല്ലായിരിക്കും, കുറെ ഗോസ്റ്റുകളിൽ. ആദ്യം ഒരു ഗോസ്റ്റിനായിരിക്കും കാണിക്കുന്നത്, പിന്നെ കുറെ ഗോസ്റ്റുകൾ വരും അല്ലെ. അപ്പൊ കുറെ ഗോസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കുറെ എന്ത് വേണം? ക്രോസ്, കുറെ കുരിശും വേണം, കുറെ ആണിയും വേണം അല്ലെ. അപ്പൊ കുറെ ക്രോസ് വേണം എന്നതിൽ നമുക്ക് മെനി ക്രോസ് വേണതിന് ജർമ്മനിക്കാരിയാണ് ഈ ക്രോസ് എന്ന് പറഞ്ഞത്. ജർമ്മനിക്കാരിയല്ല, ജർമ്മനിക്കാരനാണ് ഈ ഫെറൻസ് ക്രോസ് എന്ന് പറഞ്ഞത് ജർമ്മനിക്കാരനാണ്. ഇനി കുറെ എന്ത് വേണം? ആണി വേണം അല്ലെ. ആണി എന്ന് പറയുമ്പോൾ എത്രയാണെന്ന് വെച്ചാൽ 10 ആണി വേണം എന്ന് ആലോചിക്കുക. 10 ആണി വേണം. അപ്പൊ 10 എന്നതിലും സ്വീഡൻകാരിയാണ് ആനി എൽ ഹുള്ളിയർ എന്ന് പറഞ്ഞത്. പിന്നെ പിയറി അഗോസ്റ്റിനി എന്ന് പറയുമ്പോൾ അമേരിക്ക അല്ലെ. അപ്പൊ ആ ഗോസ്റ്റ് എന്ന് പറയുന്നത് ഒരു അമ്മയുടെ ഗോസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ ഒരു ഗോസ്റ്റ് ആണെന്ന് ഓർത്താൽ മതി. അല്ലെങ്കിൽ ആ ഒരു അമേരിക്കക്കാരനായിട്ടുള്ള ഒരു ഗോസ്റ്റ് ആണെന്നെങ്ങാനും ഓർക്കാം. അപ്പൊ അമേരിക്കക്കാരനാണ് പിയറി അഗോസ്റ്റിനി എന്ന് പറഞ്ഞത്. അപ്പൊ 3 പേരും ശ്രദ്ധിക്കുക, അവരുടെ രാജ്യവും ശ്രദ്ധിക്കുക. ഭൗതിക ശാസ്ത്രം എന്ന് പറയുമ്പോൾ ആ ഗോസ്റ്റിനെ നമ്മൾ ക്രോസ് കാണിക്കും, എന്നിട്ട് ആണി അടിച്ച് തറയ്ക്കും. അപ്പൊ ആദ്യത്തെ വ്യക്തി അഗോസ്റ്റിനി എന്നുള്ളത് എന്താണ്? അമേരിക്കക്കാരനാണ്. അടുത്തത് നമ്മുടെ പറഞ്ഞത് ക്രോസ് എന്ന് പറഞ്ഞത് കുറെ ക്രോസ് വേണം, മെനി
ക്രോസ് വേണമെന്നതിൽ നിന്നും ജർമ്മനിക്കാരനാണ് ക്രോസ് എന്ന് പറഞ്ഞത്. ഫെറൻസ് ക്രോസ് എന്നുള്ളതാണ് യഥാർത്ഥ നാമം. പിന്നെ പറഞ്ഞത് നമ്മൾ ആനി, ആണിയിലെ ആനി എന്നതിൽ നിന്നും ആനി, ആനി എന്ന് പറയുമ്പോൾ എത്ര ആണി വേണം? 10 ആണി വേണം. അപ്പൊ ഡെന്ന്, സ്വീഡൻകാരിയാണ് ആനി എൽ ഹുള്ളിയർ എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ സാധാരണ പ്രേതം എന്ന സീനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, കോഞ്ചറിങ് അതുപോലെ തന്നെ ഞണ്ട് സിനിമയിലൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ കാണാം. ഈ ലൈറ്റ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വന്നും പോയും അല്ലെ, ഇങ്ങനെ സെക്കൻഡുകൾക്കുള്ളിൽ ഇങ്ങനെ പ്രകാശം ഇങ്ങനെ വന്ന് ലൈറ്റ് കത്തും കെടും ഇല്ലേ, കണ്ടിട്ടില്ലേ? അപ്പൊ അതന്നെ ഗോസ്റ്റ് വരുമ്പോഴും ഇങ്ങനെ പ്രകാശം ഇങ്ങനെ സെക്കൻഡുകൾക്കുള്ളിൽ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും അല്ലെ. അപ്പൊ പ്രകാശത്തിന്റെ ആറ്റോ സെക്കൻഡ് പൾസുകൾ സൃഷ്ടിച്ച പരീക്ഷണത്തിനാണ് ഈ സമ്മാനം ലഭിച്ചത്. പ്രകാശത്തിന്റെ അറ്റോ സെക്കൻഡ് പൾസുകൾക്ക് സൃഷ്ടിച്ച പരീക്ഷണത്തിനാണ് ഈ തുക, അതായത് ഈ നൊബേൽ പ്രൈസ് ലഭിച്ചതെന്നും ഓർത്തിരിക്കുക. ഇനി അടുത്ത് നമുക്ക് സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് ആണ്. സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് ലഭിച്ചത് നർഗീസ് മുഹമ്മദിനാണ്. നർഗീസ് മുഹമ്മദ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ന്യൂസ് പേപ്പറിലൊക്കെ ഉണ്ടായതാണ് അല്ലെ, നർഗീസ് മുഹമ്മദ്. അപ്പൊ ഈ പേരിൽ തന്നെ നർഗീസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിൽ എങ്ങനെയുണ്ട്? നർഗീസ് എന്നതിൽ നിന്നും രണ്ടായി കട്ട് ചെയ്യുക, നർ എന്നുള്ളതിൽ നിന്നും ഇറാൻ അല്ലെ, നർ എന്ന് പറയുമ്പോൾ ഇറാൻകാരിയാണ് നർഗീസ് മുഹമ്മദ് എന്ന് പറയുന്നത്. നർഗീസ്, ഗീസ് എന്ന് പറയുമ്പോൾ പീസ് അല്ലെ, പീസിനാണ്, സമാധാനത്തിനാണ് നൊബേൽ പ്രൈസ് ലഭിച്ചതെന്നും ഓർക്കാൻ സാധിക്കും. അപ്പൊ നർഗീസ് മുഹമ്മദ് എന്ന ഓപ്ഷനിൽ കാണുമ്പോൾ തന്നെ നർ എന്നുള്ളതിൽ നിന്നും ഇറാൻകാരിയാണ്, ഗീസ് എന്നതിൽ നിന്നും പീസ്, സമാധാനത്തിനാണ് നൊബേൽ പ്രൈസ് ലഭിച്ചത്. ഇനി ഇവർക്ക് എന്തിനാണ് നൊബേൽ പ്രൈസ് ലഭിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറാനിലെ വനിതകളെ അടിച്ചമർത്തുന്നതിനെതിരെയും എല്ലാവർക്കും മനുഷ്യാവകാശവും സ്വാതന്ത്ര്യവും ഉറപ്പാക്കുന്നതിനും വേണ്ടിയും നടത്തിയ പോരാട്ടങ്ങൾക്കാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പൊ ഇറാനിലെ വനിതകളെ അടിച്ചമർത്തുന്നതിനെതിരെ, അതേപോലെ തന്നെ എല്ലാവർക്കും മനുഷ്യാവകാശവും സ്വാതന്ത്ര്യവും ഉറപ്പാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. അടുത്തത് സാഹിത്യത്തിനുള്ള പുരസ്കാരമാണ്. സാഹിത്യം എന്ന് പറയുമ്പോൾ കലാസാഹിത്യക്കല്ല, നമ്മൾ സാധാരണ നാടകം, സിനിമ, അതേപോലെ തന്നെ സാഹിത്യ രചനകൾ ഒക്കെ അതിൽ വരാല്ലേ. അപ്പം നമ്മൾ എന്താണ് ഈ സാഹിത്യത്തിനുള്ള ആളുകളെ, അല്ലെങ്കിൽ നമ്മുടെ കലയുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെയാണ് നമ്മൾ സാധാരണ എന്തെങ്കിലും പ്രോഗ്രാമുകൾ ഉണ്ടെങ്കിൽ ഗസ്റ്റ് ആയിട്ട് വിളിക്കുക അല്ലെ. നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിന് ഉദ്ഘാടനം ചെയ്യാനോ എന്തിനെങ്കിലൊക്കെ ആയിട്ട് നമ്മൾ ഗസ്റ്റ് ആയിട്ട് വിളിക്കും. അപ്പൊ ആരെങ്കിലും ചെന്ന് വിളിച്ചാലല്ലേ ഇവർ വരുള്ളൂ. അപ്പൊ സമ്മൺ ഈസ് ഗോയിങ്, ആരെങ്കിലും പോകണല്ലേ, സമ്മൺ ഈസ് ഗോയിങ്, അവർ ടു കം വരാൻ, അവർ വരണം എന്നുണ്ടെങ്കിൽ സമ്മൺ ഈസ് ഗോയിങ് ടു കം, അവർ വരാൻ നമ്മൾ ആരെങ്കിലും പോയി വിളിക്കണ്ടേ. അപ്പൊ സമ്മൺ ഈസ് ഗോയിങ് ടു കം എന്ന് ഓർത്തിരിക്കുക. അതെന്തിനാണെന്ന് പറഞ്ഞുതരാം. ഇനി ഈ പോയി വിളിക്കാൻ വേണ്ടി ആരും സമ്മതിക്കില്ല. കാരണം എന്നറിയോ, ഇയാള് നോർമൽ ആയിട്ടുള്ള ഒരാളല്ല, ഇയാള് ഭയങ്കര അല്ലെ, ഓന് ഭയങ്കര പോസാണ്. അപ്പൊ അങ്ങനെ പോസുള്ള ആളുകളെ പോയി വിളിക്കാൻ മിക്കവർക്കും ഒരു മടിയായിരിക്കില്ലേ. അപ്പൊ നമ്മ പറഞ്ഞെന്താണ്, നമ്മൾ സാഹിത്യത്തിന് നൊബേൽ പ്രൈസ് ലഭിച്ച ഒരാള്, അപ്പൊ സാഹിത്യത്തിന് നൊബേൽ പ്രൈസ് ലഭിച്ച ആളെയാണ് നമ്മൾ ഗസ്റ്റ് ആയിട്ട് വിളിക്കുന്നതെന്ന് ചിന്തിക്കുക. അപ്പൊ വരണം എന്നുണ്ടെങ്കിൽ ആരെങ്കിലും പോയി വിളിക്കണ്ടേ, സമ്മൺ ഈസ് ഗോയിങ് ടു കം അല്ലെ, നമ്മ പോയി വിളിച്ചാലേ അവർ വരുള്ളൂ, ടു കം വരുള്ളൂ. ഇനി ആരും പോയി വിളിക്കാൻ സമ്മതിക്കുന്നില്ല. കാരണം എന്താ, അയാളൊരു നോർമൽ ആയിട്ടുള്ള ആളല്ല. കാരണം എന്താ, ഓന് ഭയങ്കര പോസാണ്. അതുകൊണ്ട് ആരും തന്നെ പോയി വിളിക്കാൻ സമ്മതിക്കുന്നില്ല. ഇനി നമ്മുടെ ഇതിലേക്ക് വരാം. ഓന് ഭയങ്കര പോസ് ആണെന്നതിൽ നിന്നും ഓന് ഭയങ്കര പോസ് എന്നതിൽ നിന്നും ജോൺ ഫോസെ, ഓൻ എന്നുള്ളതിന് ജോന്, പോസ് എന്നതിൽ നിന്നും ഫോസെ, ജോൺ ഫോസെ എന്ന് പറഞ്ഞ വ്യക്തിക്കാണ് സാഹിത്യത്തിന് നൊബേൽ പ്രൈസ് ലഭിച്ചത്. ഇനി അദ്ദേഹം നോർമൽ ആയിട്ടുള്ള ആളല്ല എന്ന് പറഞ്ഞില്ല. അപ്പൊ അതിൽ നിന്നും നോർവേക്കാരനാണ് ഈ ജോൺ ഫോസെ എന്ന് പറഞ്ഞത്. ഇനി സംവൺ ഈസ് ഗോയിങ് ടു കം അല്ലെ, അയാൾ വരണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും പോയി വിളിക്കണം. സംവൺ ഈസ് ഗോയിങ് ടു കം എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള നാടകമാണ്. ഏറ്റവും പ്രശസ്തമായിട്ടുള്ള അദ്ദേഹത്തിന്റെ നാടകത്തിന്റെ പേരാണ് സംവൺ ഈസ് ഗോയിങ് ടു കം എന്നുള്ളത്. അപ്പൊ സാഹിത്യത്തിൽ നൊബേൽ പ്രൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ അദ്ദേഹത്തെയാണ് ഇപ്രാവശ്യം നമ്മുടെ വീട്ടിലെ അവിടുത്തെ എന്തെങ്കിലും നമ്മുടെ നാട്ടിലെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ അദ്ദേഹത്തെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നതെന്ന് ആലോചിക്കുക. അപ്പൊ ആരെങ്കിലും പോയി വിളിക്കണം, എന്നാലേ വരുള്ളൂ. സംവൺ ഈസ് ഗോയിങ് ടു കം അല്ലെ. പക്ഷെ ആരും പോയി തന്നെ വിളിക്കാൻ സമ്മതിക്കുന്നില്ല. കാരണം എന്താണ്, അയാൾ ഒരു നോർമൽ ആയിട്ടുള്ള ആളല്ല. ഓന് ഭയങ്കര പോസ് ആണ് അല്ലെ. ഓന് ഭയങ്കര പോസ് എന്നതിൽ നിന്നും ജോൺ ഫോസെ എന്ന് പറഞ്ഞ വ്യക്തിക്കാണ് സാഹിത്യത്തിൽ, ലിറ്ററേച്ചറിൽ നൊബേൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. നാടകത്തിനും ഗദ്യ സാഹിത്യത്തിനും നൽകിയ സംഭാവനയ്ക്കാണ് പുരസ്കാരം. നോർമൽ ആയിട്ടുള്ള ആളല്ല എന്നതിൽ നിന്നും നോർവേക്കാരനാണ് ഇദ്ദേഹം. സംവൺ ഈസ് ഗോയിങ് ടു കം എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള നാടകമാണ്. അപ്പൊ നമ്മൾ നൊബേൽ പ്രൈസ് എല്ലാം പഠിച്ചു. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞത് മെഡിസിൻ ആണ്. നമ്മൾ സാധാരണ മെഡിസിൻ യൂസ് ചെയ്യുക ക്യാരിയിങ് ആകുമ്പോഴും വയസ്സാകുമ്പോഴാണ്. അപ്പൊ ക്യാരിക്കോയും വെയ്സ്മാനും
ഇനി ക്യാരിങ് ആവുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഹംഗ്രി ആയിരിക്കും അല്ലെ, വിശപ്പായിരിക്കും. അതുകൊണ്ട് തന്നെ ഹംഗറിക്കാരിയാണ് കാരിക്കോ എന്ന് പറയുന്നത്. വെയ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ അമ്മയായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് വയസ്സായി തോന്നും അല്ലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ വെയ്സ്മാൻ എന്നുള്ളത് അമേരിക്കക്കാരനാണ്. പിന്നെ ഇവർക്ക് കോവിഡിന് എതിരെയുള്ള mRNA വാക്സിൻ വികസിപ്പിച്ചെടുക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചതിനാണ് ഇവർക്ക് എന്ത് ലഭിച്ചത്, ഈ നൊബേൽ പ്രൈസ് ലഭിച്ചത്. അടുത്തത് നമ്മൾ പറഞ്ഞത് ഇതിനാണ്, സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബേൽ പ്രൈസ് ലഭിച്ചതാണ്. സാമ്പത്തിക ശാസ്ത്രം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഗോൾഡ് എന്ന് ഓർമ്മ വന്നാൽ മതി. ഇപ്പോഴത്തെ ഗോൾഡിന്റെ പ്രൈസ് ഒക്കെ കേട്ടാൽ തന്നെ നമ്മളെ അല്ലെ, നമുക്ക് ഉള്ള നമ്മുടെ എല്ലാ സമ്പാദ്യം വേണം ഗോൾഡ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ. അപ്പൊ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുമ്പോൾ തന്നെ ഗോൾഡ് എന്ന് ഓർക്കുക. ക്ലോഡിയ ഗോൾഡ് ആണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ പ്രൈസ് ലഭിച്ചത്. ഈ ഗോൾഡ് ഒക്കെ സാധാരണ അമ്മമാർക്കാണ് കൂടുതലും ഇടാൻ ഇഷ്ടം. അതുകൊണ്ട് തന്നെ അമേരിക്കക്കാരിയാണ് ക്ലോഡിയ ഗോൾഡ് എന്ന് പറഞ്ഞത്. ഇനി ഇവർക്ക് എന്തിനാണ് ഈ സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ പ്രൈസ് ലഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്ത്രീകളുടെ സ്ഥാനവും തൊഴിൽ വിപണിയിലെ അസമത്വവും തൊഴിൽ മേഖലകളിൽ സ്ത്രീകൾക്ക് എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ട്, തൊഴിൽ മേഖലകളിൽ മെയിനായിട്ട് സ്ത്രീകൾക്കുള്ള സ്ഥാനം, അതിനെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ നടത്തിയതിനാണ് ക്ലോഡിയ ഗോൾഡിന് നൊബേൽ പ്രൈസ്, സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ പ്രൈസ് ലഭിച്ചത്. അടുത്ത നമ്മൾ പറഞ്ഞ രസതന്ത്രമാണ് പറഞ്ഞത്. രസതന്ത്രം എക്സാം എഴുതാൻ നമ്മ എന്താണ്, ലൂസ് ആയിട്ടുള്ള ലെക്സി പേനയും കൊണ്ട് പോയില്ലേ, എന്നിട്ട് കുറെ ഡോട്ട് മാത്രം വന്നുള്ളൂ, നമ്മൾ അവിടെ ഇരുന്ന് മോങ്ങി അല്ലെ. അപ്പൊ അതിൽ നിന്ന് തന്നെ രസതന്ത്രത്തിന് നൊബേൽ പ്രൈസ് ലഭിച്ചത് ലൂസ് ആയിട്ടുള്ള ലെക്സി പേന. അപ്പൊ ലൂയിസ് ഈബ്രൂസ് ഒന്നാമത്തെ വ്യക്തി, രണ്ടാമത്തത് ലെക്സി പേന അല്ലെ. അപ്പൊ അലക്സി എക്കിമോവ് രണ്ടാമത്തെ വ്യക്തി. ഇനി എന്താണ്, കുറെ ഡോട്ട് മാത്രം വന്നോളൂ, നമ്മൾ അവിടെ ഇരുന്ന് മോങ്ങി എന്നതിൽ നിന്ന് മോങ്കി ഭാവേത്തിയാണ് മൂന്നാമത്തെ വ്യക്തി എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് ഈ പാൻ എടുത്തത് അമ്മയായതുകൊണ്ട് തന്നെ ഇവർ 3 പേരും അമേരിക്കക്കാരാണ്. ഇനി എന്താണ്, കുറെ ഡോട്ട് മാത്രം വന്നുള്ളൂ എഴുതിയപ്പോൾ. അതുകൊണ്ട് തന്നെ ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലിനാണ് പുരസ്കാരം ലഭിച്ചത്. നാനോ ടെക്നോളജിയിൽ ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലിനാണ് പുരസ്കാരം ലഭിച്ചത്. അടുത്ത നമ്മ പറഞ്ഞത് ഭൗതിക ശാസ്ത്രമാണ് പറഞ്ഞത്. ഭൗതിക ശാസ്ത്രം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഗോസ്റ്റിനെ ഓർക്കണം അല്ലെ. ആ ഗോസ്റ്റിനെ നമ്മൾ ക്രോസ് കാണിച്ച് പേടിപ്പിച്ചു, എന്നിട്ട് ആണി വെച്ച് തളച്ചു അല്ലെ. അപ്പൊ അതിൽ നിന്നും അഗോസ്റ്റിനെയാണ് ഒന്നാമത്തെ വ്യക്തി, രണ്ടാമത്തത് ക്രോസ് ആണ്, മൂന്നാമത്തത് ആണി എന്നതിൽ നിന്നും ആനി എൽ ഹുള്ളിയർ ആണ് മൂന്നാമത്തെ വ്യക്തി. ആ ഗോസ്റ്റ് എന്നുള്ളത് എന്താണ്, അമേരിക്ക എന്നുള്ള ഒരു ഗോസ്റ്റ് ആണെന്ന് ഓർക്കുക. അപ്പൊ അമേരിക്കക്കാരനാണ് അഗോസ്റ്റിനി എന്നുള്ളത്. ക്രോസ് എന്ന് പറയുമ്പോൾ കുറെ ക്രോസ് വേണം, എല്ലായിടത്തും ക്രോസ് വെക്കണം, എല്ലായിടത്തും കുരിശ് വെക്കണം. അപ്പൊ കുറെ ക്രോസ് വേണം എന്നതിൽ നിന്ന് മെനി എന്ന് പറയുമ്പോൾ ജർമ്മനിക്കാരനാണ് ക്രോസ് എന്ന് പറഞ്ഞ വ്യക്തി. പിന്നെ ആണിയാണെങ്കിലും 10 ആണി വേണം, 10 ആണെങ്കിലും വേണം. അപ്പൊ 10 എന്നതിൽ നിന്നും സ്വീഡൻകാരിയാണ് ആനി എൽ ഹുള്ളിയർ എന്ന് പറഞ്ഞത്. ഇനി ഇവർക്ക് എന്തിനാണ് നൊബേൽ പ്രൈസ് ലഭിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഗോസ്റ്റ് വരുമ്പോൾ എപ്പോഴും ലേറ്റിലെ പ്രകാശം ഇങ്ങനെ ഇടയ്ക്ക് സെക്കൻഡുകൾക്കുള്ളിൽ ഇങ്ങനെ വന്നും പോയി ഇരിക്കും. അപ്പൊ പ്രകാശത്തിന്റെ അറ്റോ സെക്കൻഡ് പൾസുകൾ സൃഷ്ടിച്ച പരീക്ഷണത്തിനാണ് പ്രൈസ് ലഭിച്ചത്. അടുത്ത നമ്മൾ പറഞ്ഞത് സമാധാനത്തിനുള്ളതാണ്. സമാധാനം എന്ന് പറയുമ്പോൾ നർഗീസ് മുഹമ്മദ്. ആ നർഗീസ് എന്നുള്ള പേര് സ്പ്ലിറ്റ് ചെയ്താൽ മതി. നർ എന്ന് പറയുമ്പോൾ ഇറാൻകാരിയാണ്, ഗീസ് എന്ന് പറയുമ്പോൾ പീസിനാണ് അല്ലേ സമാധാനത്തിന് നൊബേൽ പ്രൈസ് ലഭിച്ചത്. ഇറാനിലെ വനിതകളെ അടിച്ചമർത്തുന്നതിനെതിരെയും എല്ലാവർക്കും മനുഷ്യാവകാശവും സ്വാതന്ത്ര്യവും ഉറപ്പാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. അവസാനം നമ്മൾ പറഞ്ഞത് സാഹിത്യമാണ് പറഞ്ഞത് അല്ലെ. സാഹിത്യം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ സാഹിത്യകാരന്മാരെയോ അല്ലെ കലയിൽ നിന്നുള്ള വ്യക്തികളൊക്കെയാണ് നമ്മുടെ അവിടെയൊക്കെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇൻവൈറ്റ് ചെയ്യാം, നമ്മൾ അവരെ ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവരാം. അപ്പൊ എന്താണ്, ഇദ്ദേഹത്തെ നമ്മൾ കൊണ്ടുവരാണ്. അപ്പൊ ആരെങ്കിലും പോകണം, എന്നാൽ അദ്ദേഹം വരുള്ളൂ. someone is going to come അല്ലെ. ഇനി അദ്ദേഹത്തെ ആരും കൊണ്ടുവരാൻ തയ്യാറല്ല. എന്താണ്, ഓന് ഭയങ്കര പോസാണ്, അതായത് നോർമൽ ആയിട്ടുള്ള ആളൊന്നല്ല, ഓന് ഭയങ്കര പോസാണ്. അപ്പൊ ഓന് പോസ് എന്നതിൽ നിന്നും ഓന് പോസ് ജോൺ ഫോസെ ആണ്. നോർമൽ ആയിട്ടുള്ള വ്യക്തിയല്ല, നോർവേക്കാരനാണ് അദ്ദേഹം. പിന്നെ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ നാടകത്തിന്റെ പേരെന്താണ്, someone is going to come എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ നൊബേൽ പ്രൈസും പഠിച്ചു കഴിഞ്ഞു. നിങ്ങളിപ്പോ തന്നെ പഠിച്ചു എന്നുള്ള വിശ്വസിക്കാണ്. ബാക്കിയുള്ള കറണ്ട് അഫയേഴ്സും ബാക്കിയുള്ള പുരസ്കാരങ്ങളും കായികവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പുതിയ രസകരമായിട്ടുള്ള കോഡുകളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും വരാം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഉപകാരപ്പെട്ടു എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നിർത്തുന്നു. നന്ദി.